മഹത്തരമായ ഒരു ചടങ്ങിന്റെ തുടക്കത്തിലാണ്. ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന രാമായണ മാസാചരണം നമ്മൾ ഇന്നിവിടെ ആരംഭിക്കുകയാണ്. നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ധാരാളം ചടങ്ങുകൾ, ആധ്യാത്മികതയിൽ അധിഷ്ഠിതമായ ഒട്ടനവധി ചടങ്ങുകൾ നമ്മൾ ഓരോ വർഷവും സനാതന ധർമ്മ വിശ്വാസികൾ നടത്തി വരാറുണ്ട്. ഭാരതത്തിന്റെ പ്രത്യേകതയും അത് തന്നെയാണ്. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു നാടാണ് നമ്മുടെ ഭാരതം. എന്തുകൊണ്ടാണ് ഭാരതത്തിന് ഇത്രയധികം പ്രാധാന്യവും അതുപോലെ ലോക ഗുരുവായും ഭാരതത്തെ ലോകം മുഴുവൻ അംഗീകരിച്ചു വരുന്നത്? ഭാരതത്തിന് അത്രയേറെ പ്രാധാന്യമുണ്ട്. നമ്മുടെ സങ്കല്പങ്ങൾ ഭാരതത്തെ ഇത്രയധികം ഉദാത്തമായി ലോകരാഷ്ട്രങ്ങൾ കാണുന്നതിന് പിന്നിൽ എന്താണ്? അത് നമ്മുടെ സനാതന ധർമ്മമാണ്. നമ്മുടെ ഹൈന്ദവ ദർശനങ്ങളിൽ ഉൾച്ചേർന്നിരിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള സങ്കല്പങ്ങൾ, ഘടകങ്ങളാണ് ഭാരതത്തെ ഇത്രയേറെ മഹത്തരമായി ലോകം മുഴുവൻ കണക്കാക്കി പോരുന്നതിന് പിന്നിൽ. നോക്കൂ, നമ്മുടെ ക്ഷേത്രങ്ങൾ, നമ്മുടെ ആചാരങ്ങൾ, നമ്മുടെ അനുഷ്ഠാനങ്ങൾ, നമ്മുടെ വ്രതങ്ങൾ, നമ്മുടെ ഉപാസനാ മാർഗങ്ങൾ, നമ്മുടെ മഠങ്ങൾ, സന്യാസി സങ്കല്പങ്ങൾ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സങ്കല്പങ്ങളാണ് നമ്മുടെ സനാതന ധർമ്മത്തിൽ ഉൾച്ചേർന്നിരിക്കുന്ന സങ്കല്പങ്ങളാണ് ഭാരതത്തെ പവിത്രമായി നിലനിർത്തുന്ന ഘടകങ്ങൾ. ഭാരതത്തെ ലോകോത്തരമായി നിലനിർത്തുന്ന ഘടകങ്ങൾ നമ്മുടെ സനാതന ധർമ്മത്തിൽ ഉൾച്ചേർന്നിരിക്കുന്ന ആധ്യാത്മികമായ സങ്കേതങ്ങളാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമ്മുടെ പുണ്യ പുരാണ ഗ്രന്ഥങ്ങൾ, ഇതെല്ലാമാണ് ഭാരതത്തെ ലോകോത്തരമായി ഉയർത്തുന്ന, നിലനിർത്തുന്ന പ്രധാന ഘടകങ്ങൾ എന്നുള്ളത്. പുരാണ ഗ്രന്ഥങ്ങൾ, നിരവധി പുരാണ ഗ്രന്ഥങ്ങൾ, ആധ്യാത്മികമായ തത്വങ്ങൾ, ദർശനങ്ങൾ, ഇതെല്ലാം നമ്മുടെ നാടിന്റെ മഹത്വത്തെ സദാകാലം ഉദ്ഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഘടകങ്ങളാണ്. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ക്ഷേത്രങ്ങൾ എന്തിനു വേണ്ടിയാണ്? നമ്മുടെ പുണ്യപുരാണ ഗ്രന്ഥങ്ങൾ എന്തിനു വേണ്ടിയാണ്? നമ്മൾ ഓരോ വർഷത്തിലും വ്യത്യസ്തങ്ങളായ പ്രാധാന്യങ്ങളോടുകൂടി ആചരിച്ചു പോരുന്ന വ്രതങ്ങൾ എന്തിനു വേണ്ടിയാണ്? നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇതെല്ലാം വിശ്വാസികളായ നമ്മുടെ ഇടയിൽ ഭക്തി വളർത്തുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ ഉള്ളിൽ ഭക്തി ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ഈ കാര്യങ്ങളെല്ലാം എന്നുള്ളത്. ഇപ്പൊ എന്താണ് ഈ ഭക്തി എന്ന് പറഞ്ഞാൽ? ഈശ്വരനിലേക്ക് അടുക്കാനുള്ള, നമ്മളെ എത്തിക്കുന്നതിനുള്ള മാർഗത്തെയാണ് ഭക്തി എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു ഈ പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചൈതന്യമുണ്ടെന്നും ആ ചൈതന്യത്തിന്റെ പ്രഭാവം കൊണ്ടാണ് ഈ പ്രപഞ്ചമാകെ നിലനിൽക്കുന്നത്, പ്രപഞ്ചം ചലിക്കുന്നത്. ഇതെല്ലാം ആ ഒരു മഹത്തായ ശക്തി വിശേഷത്തിന്റെ പ്രഭാവം കൊണ്ടാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നോക്കൂ, സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, ചന്ദ്രൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, പക്ഷങ്ങൾ ഒരു മാസത്തിൽ മാറി വരുന്നു, കറുത്ത പക്ഷവും വെളുത്ത പക്ഷവും, ഗ്രഹണങ്ങൾ നടക്കുന്നു. ഇതെല്ലാം എത്ര കൃത്യമായിട്ടാണ് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നത്. സൂര്യൻ നാളെ 6:30 ഉദിക്കും എന്ന് പറഞ്ഞാൽ 6:30 തന്നെ ഉദിക്കും. വൈകുന്നേരം 6:45 അസ്തമിക്കുക എന്ന് പറഞ്ഞാൽ 6:45 തന്നെ അസ്തമിക്കുന്നു. ലവലേശം പോലും വ്യത്യാസമില്ലാതെ ഈ പ്രപഞ്ചത്തിന്റെ ഈ ക്രമം, സമയക്രമം വളരെ കൃത്യമായി നടക്കുന്നു. ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി വിശേഷം ഈ പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നമ്മൾ ഈശ്വരൻ എന്ന് വിളിക്കുന്നത്. ആ ഈശ്വരനെ
അറിയാനുള്ള, ഈശ്വരനെ അടുത്തനുഭവിക്കാനുള്ള വഴിയെയാണ് നമ്മൾ ഭക്തി എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിൽ ഭക്തി ഉണ്ടാവണം എന്ന് പറയുന്നത് ഈശ്വരനിലേക്ക് അടുക്കണം എന്നാണ്. ഭക്തി ഉണ്ടാവുമ്പോഴാണ് നമുക്ക് ഈശ്വരന്റെ സാമീപ്യം, ഈശ്വരന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ച് അറിയാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മനുഷ്യരുടെ സാധാരണ ജീവിതത്തിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് ഈശ്വരാധീനം ഉണ്ടാവുക എന്നുള്ളത്. പലപ്പോഴും നമ്മൾ ചിലപ്പോൾ നല്ല കാര്യം ചെയ്യാനായിരിക്കും ഇറങ്ങിത്തിരിക്കുന്നത്, പക്ഷേ അബദ്ധങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നു. എന്തുകൊണ്ടാണ്? നമ്മൾ എന്നിട്ട് വിലപിക്കും, ഈശ്വര, ഞാൻ നല്ല കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചിട്ടും എൻ്റെ അവസ്ഥ ഇതായി പോയല്ലോ എന്ന് നമ്മൾ പലപ്പോഴും വിലപിക്കുന്നത് കാണാം. ചില ആളുകൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്, തൊട്ടതും മുഴുവൻ പൊന്നാക്കുന്ന ആൾ. എന്തിനിറങ്ങി തിരിച്ചാലും അത് വിജയിപ്പിക്കുന്ന ആളുകളെ നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ? നമ്മൾ ചിലപ്പം എന്ത് കാര്യം ചെയ്യാൻ ഇറങ്ങിയാലും അത് നേരെ വിപരീതമായിട്ടാണ് വരുന്നത്. ചില ആളുകളോ എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും അത് ലക്ഷ്യത്തിലെത്തിക്കും. നമ്മൾ അങ്ങനെയുള്ള ആളുകളെ നോക്കി പറയും, നോക്കൂ, അയാളെ നോക്കൂ, അയാൾ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന മനുഷ്യനാണ് എന്ന് പറയും. എന്തുകൊണ്ടാണ് ഈ ഒരു വ്യത്യാസം ഉണ്ടാകുന്നത്? അയാളുടെ ജീവിതത്തിൽ ഈശ്വരാധീനം കൂടുതലാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത് ഈശ്വരാധീനം ലെവലേശം പോലും നമ്മളോടൊപ്പം ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു വഴിയാണ് ഭക്തി എന്ന് പറയുന്നത്. ഈ ഈശ്വരാധീനം നമ്മളോടൊപ്പം സദാസമയം ഉണ്ടെങ്കിലോ ഏത് കാര്യത്തിൽ ഇറങ്ങിത്തിരിച്ചാലും അത് പരിപൂർണ വിജയത്തിൽ എത്തുന്നതായിട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അതാണ് ഈശ്വരാധീനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും അത് വിജയത്തിലെത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ ജീവിതത്തിൽ ഈശ്വരാധീനം ഉണ്ടാവുക എന്നുള്ളതാണ് വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായ ഒന്ന്. ഏത് ദുഃഖത്തിൽ നിന്ന് നമുക്ക് കരകയറാൻ, ജീവിതത്തിൽ ഏത് പ്രതിസന്ധികൾ തടസ്സം വന്നു ചേർന്നാൽ അതിനെ മറികടന്ന് നമുക്ക് മുന്നോട്ടേക്ക് പോകാനും, എന്ത് സങ്കടം വന്നാലും അതിനെല്ലാം തട്ടിത്തെറിപ്പിച്ച് മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കണമെങ്കിൽ ഈശ്വരാധീനം ഉണ്ടാകും. അപ്പൊ ഈശ്വരാധീനം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സങ്കടം ഇല്ലാത്ത മനുഷ്യരില്ല. സങ്കടം ഇന്ന് വരും, നാളെ പോകും. ഈ സങ്കടങ്ങളെ ദൂരെ എറിയണമെങ്കിൽ നമുക്ക് ഈശ്വരാധീനമാണ്. ഈശ്വരാധീനമുള്ള ഒരു മനുഷ്യന് ഏത് സങ്കടത്തിൽ നിന്നും മോചനമുണ്ടാകും. ഏത് പ്രതിസന്ധി ജീവിതത്തിൽ വന്നു ചേർന്നാലും അതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി സാധിക്കും. അപ്പൊ നമുക്ക് ഈശ്വരാധീനം ഉണ്ടാവുക എന്നുള്ളതാണ്, അതിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഈശ്വര സാമീപ്യം നമ്മളോടൊപ്പം സദാസമയം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതിനു വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഈശ്വരാധീനം ഉണ്ടാകാനുള്ള ഒരു മാർഗമാണ്, വഴിയാണ്. ഈ ഭക്തി ഉണ്ടാകുമ്പോഴാണ് ഈശ്വരാധീനം, ഈശ്വരന്റെ അനുഗ്രഹം നമ്മളിലേക്ക് വഴിഞ്ഞൊഴുകി എത്തും. എങ്ങനെയുള്ള ഭക്തിയാണ് നമുക്ക് വേണ്ടത്? രണ്ടു തരം ഭക്തിയെ കുറിച്ച് പറയും. ഒന്ന് കേവല ഭക്തി, രണ്ടാമത് സമർപ്പിത ഭക്തി എന്ന് പറയും. എന്താ ഈ കേവല ഭക്തി എന്ന് പറഞ്ഞാൽ? നമ്മുടെ എല്ലാ തിരക്കും കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ നമ്മൾ ഗ്രാമക്ഷേത്രത്തിലേക്ക് എത്തും, ആരാധിക്കും, തൊഴും, എന്നിട്ട് ഇടക്ക് സമയം നോക്കുകയും ചെയ്യും. പ്രദക്ഷിണ വെക്കുന്നതിന്റെ ഇടക്ക് ഒരു 10 പ്രാവശ്യമെങ്കിലും സമയം നോക്കും. അടുത്ത ബസ് വരാനായോ, അല്ലേ, ഇത്ര മണിക്ക് എനിക്ക് ഇത്ര സമയത്ത് ഇത്ര മണിക്ക് ഇവിടെ ഇന്ന സ്ഥലത്ത് എത്തണം എന്നുള്ള ആ ചിന്തയോടുകൂടിയാണ് നമ്മൾ പ്രദക്ഷിണം വയ്ക്കുക. എന്നിട്ടോ കുറെ നിവേദനം നമ്മൾ ഭഗവാന്റെ മുമ്പിൽ, നമ്മുടെ ഗ്രാമക്ഷേത്രത്തിൽ ദേവന്റെ മുമ്പിൽ സമർപ്പിക്കും. ഈശ്വര, എന്റെ വീട് പണി വേഗം നടക്കണേ. ഈശ്വര, എന്റെ മകളുടെ കല്യാണം വേഗം നടക്കണേ. ഈശ്വര, എനിക്ക് ബാങ്കിൽ നിന്ന് കിട്ടാനുള്ള ലോണ് വേഗം പാസ്സാക്കി കിട്ടണേ. ഇങ്ങനെയുള്ള കുറെ നിവേദനവും ഭഗവാന്റെ മുമ്പിൽ
സമർപ്പിച്ചാണ് നമ്മളൊരു ഓട്ട പ്രദക്ഷിണവും നടത്തി, അല്ലേ? മഹാവിഷ്ണുവിന് 4 പ്രദക്ഷിണം വേണ്ടത്, അടുത്ത ബസ് പോകും, അതുകൊണ്ട് തൽക്കാലം ഇന്ന് 2 മതി എന്നൊക്കെ നമ്മളങ്ങ് സ്വയം അങ്ങ് തീരുമാനിക്കും. മഹാദേവ ക്ഷേത്രങ്ങളിൽ പ്രദക്ഷിണവും വേണം, അപ്രദക്ഷിണവും വേണം, അതുകൊണ്ട് തൽക്കാലം ഇന്ന് 1 മതി. ഇങ്ങനെ കുറേ തീരുമാനങ്ങളെടുത്ത് നമ്മൾ ഒരു വലിയ നിവേദനം ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ച് പോകുന്ന പോക്കുണ്ടല്ലോ, ഇതിനെയാണ് കേവല ഭക്തി എന്ന് പറയുന്നത്. സമർപ്പിത ഭക്തി എന്താണ്? നമ്മുടെ ചിന്തയും നമ്മുടെ മനസ്സും നമ്മുടെ സമയവും നമ്മുടെ ധനവും എല്ലാം ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ടുള്ള ഭക്തിയെയാണ് സമർപ്പിത ഭക്തി എന്ന് പറയുന്നത്. ഭഗവാനെ എന്നെ തന്നെ വേണമെങ്കിൽ അങ്ങ് എടുത്തോളൂ എന്ന് പറയാനുള്ള ആ ഉദാത്തമായ ഭാവമുണ്ടല്ലോ. സമയം കൊടുക്കുന്നു ഭഗവാന് വേണ്ടിയിട്ട്, ധനം കൊടുക്കുന്നു ഭഗവാന് വേണ്ടിയിട്ട്, നമ്മുടെ ജീവിതത്തിലെ വരുമാനത്തിന്റെ ഒരു പങ്ക് നമ്മുടെ ഗ്രാമക്ഷേത്രത്തിൽ നൽകുന്നു. നമ്മുടെ ചിന്തയും പ്രവൃത്തിയും എല്ലാം ആ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് മാത്രമാകുന്നു. ഇതിനെയാണ് സമർപ്പിത ഭക്തി എന്ന് പറയുന്നത്. ഈ സമർപ്പിത ഭക്തന്റെ ജീവിതം കുളത്തിൽ നിൽക്കുന്ന താമര പോലെ ആയിരിക്കുമ്പോൾ. എന്താ കുളത്തിൽ നിൽക്കുന്ന താമരയുടെ പ്രത്യേകത? ഈ കുളത്തിൽ നിൽക്കുന്ന താമരയ്ക്ക് ആരും വെള്ളം ഒഴിക്കേണ്ട. അതിന് വളരാനും പുഷ്പിക്കാനും സുഗന്ധം പൊഴിക്കാനും പരിലസിക്കാനും ഒക്കെയുള്ള ജലവും ലവണവും വളവും എല്ലാം കുളത്തിൽ നിന്ന് അതിന് സ്വാഭാവികമായി തന്നെ കിട്ടിക്കൊള്ളും. ഒഴിക്കേണ്ട, ഒന്നും ചെയ്യണ്ട. അതേസമയം കുളത്തിന്റെ കരയിൽ നിൽക്കുന്ന ഒരു കമുകിൻ തൈ അല്ലെങ്കിൽ ഒരു വാഴത്തൈ, അതിന് ഒരു ദിവസം വെള്ളം ഒഴിക്കാതിരുന്നാൽ തൊട്ടടുത്ത ദിവസം വാടും, അടുത്ത ദിവസം കരിയും, 3-ാമത്തെ ദിവസം നശിക്കും. ഈ കുളത്തിൽ നിൽക്കുന്ന താമരയ്ക്ക് ആരും വെള്ളം ഒഴിക്കേണ്ട കാര്യം. ഈ കുളത്തിൽ നിൽക്കുന്ന താമര പോലെയാണ് ഒരു സമർപ്പിത ഭക്തന്റെ ജീവിതം എന്ന് പറയും. ഒന്നും പറയേണ്ട ഭഗവാനോട്, ഒരു നിവേദനവും അവിടുത്തേക്ക് സമർപ്പിക്കേണ്ട. എല്ലാം അറിയുന്ന കണ്ണനോട് ഒന്നും പറയേണ്ട കാര്യമില്ല. എല്ലാം അറിയാം ഈശ്വരന്, നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയാം, അങ്ങോട്ടൊന്നും പറയണ്ട. നമുക്ക് സമർപ്പിക്കാനുള്ള ഒരു ഭാവം, ആ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാനുള്ള ഭാവം ഒന്നു മാത്രം ഉണ്ടായാൽ മതി. ഭഗവാൻ കണ്ടറിഞ്ഞ് ഇങ്ങോട്ടേക്ക് എല്ലാം അനുഗ്രഹങ്ങളും ചൊരിയും. ജീവിതത്തിലേക്ക് നമ്മളെ പോലും അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ വഴിഞ്ഞൊഴുകി എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നമുക്ക് വേണ്ട. ആ പാദങ്ങളിൽ സമർപ്പിക്കാനുള്ള ഭാവം ഒന്നു മാത്രം ഉണ്ടായാൽ മതി. അപ്പൊ ഒരു പരമഭക്തൻ ഉണ്ടായിരിക്കേണ്ട ഭാവം സമർപ്പിത ഭക്തിയാണ് എന്ന് പറയും. ഈ സമർപ്പിത ഭക്തന്റെ ജീവിതം കുളത്തിൽ നിൽക്കുന്ന താമര പോലെയാണെന്ന് പറയും. എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ നന്മകളും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സഫലീകൃതമാകുന്ന ദൃശ്യം നമ്മളെ പോലും അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് വേണ്ടത് സമർപ്പിത ഭക്തിയാണ്. ഈ ഭക്തിയാണ് നമ്മളിൽ ഈശ്വരാധീനം, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈശ്വരാധീനം ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് നല്ല തടിച്ച് കൊഴുത്ത നല്ല ശരീരം ഉണ്ടാകാൻ നല്ല ആഹാരം കഴിച്ചാൽ മതി. നല്ല പോഷകാഹാരം കഴിച്ചാൽ നല്ല വെളുത്ത് തുടുത്ത് സുന്ദരമായ തടിച്ച് കൊഴുത്ത നല്ല ശരീരം ഉണ്ടാകും. നല്ല ആഹാരം കഴിച്ചാൽ മതി. എന്നാൽ ഈ ശരീരത്തിന്റെ ഉള്ളിൽ ഒരു ശരീരമുണ്ട്, ഒരു ചൈതന്യമുണ്ട്. ആ ചൈതന്യത്തെ നമ്മൾ ആത്മാവ് എന്ന് വിളിക്കും. ഈശ്വരൻ തന്നെയാണ്. ആ ഉള്ളിലുള്ള ആ ഒരു ശരീരത്തിന്റെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ ആത്മാവിന്റെ വളർച്ചയ്ക്ക്, ആ ഈശ്വരീയതയുടെ വളർച്ചയ്ക്ക് ഒരു പോഷകാഹാരവും കഴിച്ചതുകൊണ്ട് കാര്യം. നല്ല തടിച്ച് വെളുത്ത് കൊഴുത്ത് നല്ല ശരീരമുണ്ട്, പക്ഷെ ഉള്ളിലുള്ള ആ ഒരു ശക്തി വിശേഷത്തിന്, അതിന്റെ വളർച്ചയ്ക്ക് ഒരു പോഷകാഹാരവും മതിയാവില്ല. അതിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പോഷകം എന്ന് പറയുന്നത് ആത്മീയതയാണ്. ആത്മീയത പരിശീലിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉള്ളിലുള്ള ഈശ്വര ചൈതന്യത്തിന്റെ
വളർച്ചയ്ക്ക് പരമപ്രധാനമായ സംഗതി എന്ന് പറയും. അപ്പൊ നമ്മുടെ ശരീരം മാത്രം വളർന്നാൽ പോരാ, നമ്മുടെ ഉള്ളിലുള്ള ആ ഈശ്വര ചൈതന്യവും കൂടി വളരേണ്ടതായിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും പറഞ്ഞും കേട്ടും ഒക്കെ നമുക്കറിയുള്ളതാണ്, ഈശ്വരൻ നമ്മളിൽ തന്നെയാണുള്ളത്. നമ്മളെല്ലാം ഈശ്വര സ്വരൂപികളാണ്, ഈശ്വരന്റെ ഘടകങ്ങളാണ് നമ്മളെല്ലാവരും എന്നൊക്കെ നമ്മൾ പലപ്പോഴായി കേട്ടിട്ടുള്ളവരാണ് അല്ലെ? തത്വമസി, അത് നീ തന്നെയാവുന്നു, ഈശ്വരൻ നിങ്ങൾ തന്നെയാവുന്നു. നമ്മളെല്ലാവരും ഈശ്വരന്റെ അംശങ്ങളാണ്. നമ്മുടെ ഉള്ളിൽ ഈശ്വരനുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനെ ഉണർത്താനും ആ ഉള്ളിലുള്ള ഈശ്വര അംശത്തെ വളർത്താനും ഉള്ള പദ്ധതികളാണ് ഇത്തരത്തിലുള്ള സത്സംഗങ്ങൾ. നമ്മുടെ ക്ഷേത്രങ്ങൾ, നമ്മുടെ ആരാധനകൾ, നമ്മുടെ ആചാരങ്ങൾ, നമ്മുടെ അനുഷ്ഠാനങ്ങൾ, നമ്മുടെ ഉത്സവങ്ങൾ, നമ്മുടെ പുണ്യ പുരാണ ഗ്രന്ഥങ്ങൾ, ഗ്രന്ഥ പാരായണം നടത്തുന്നത്, ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട പ്രഭാഷണങ്ങൾ കേൾക്കുന്നത്, ഇതെല്ലാം നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരാംശത്തെ ഉണർത്താനും വളർത്താനുമുള്ള പദ്ധതികളാണ് ഇതെല്ലാം. ഉള്ളിലുള്ള ആത്മചൈതന്യം പോഷിപ്പിക്കപ്പെടുന്നത് എന്തിനാണ്? ആത്മപരിപോഷണത്തിന്റെ ആവശ്യകത എന്താണ്? എന്തിനാ ഈ ആത്മപരിപോഷണം നടത്തുന്നത്? നമുക്ക് നല്ല ശരീരമുണ്ട്, നല്ല സുന്ദരമായ വെളുത്ത് തുടുത്ത് നല്ല സുന്ദരമായ ശരീരം നമുക്കുണ്ട്. പിന്നെ എന്തിനാണ് ഈ ഉള്ളിലുള്ള ആ ചൈതന്യത്തിന്റെ പരിപോഷണം നടത്തുന്നത്? എന്തിനാണ്? ഒരു കഥ പറയാം. ഒരു കുട്ടി, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അറിയാം, കുട്ടികളൊക്കെ പരീക്ഷയുടെ തലേന്ന് നല്ലോണം ഇരുന്ന് പഠിക്കും, നന്നായി പഠിക്കും, ഉറക്കമിളച്ചിരുന്ന് പഠിക്കും. പിറ്റേ ദിവസം പരീക്ഷയാണ്, അതുകൊണ്ട് പഠിക്കാൻ ഏറെയുണ്ട്. രാത്രി 1 മണി വരെ, 2 മണി വരെ, 3 മണി വരെ ഒക്കെ ഇരുന്ന് കുട്ടികൾ പഠിക്കും. ചില കുട്ടികളോടൊപ്പം അമ്മമാരും കൂടെ ഇരിക്കും. ചില കുട്ടികളുണ്ട്, പഠിച്ച കാര്യങ്ങളെല്ലാം അമ്മയെ പറഞ്ഞ് കേൾപ്പിച്ച് പഠിച്ചു ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ ഉറങ്ങൂ. ഇങ്ങനെയുള്ള ഒരു കുട്ടി നന്നായിരുന്നു, പഠിച്ചു, അമ്മ കൂടെ ഇരുന്നു, പഠിച്ച കാര്യങ്ങളെല്ലാം അമ്മയെ പറഞ്ഞു കേൾപ്പിച്ചു. കുട്ടി പിറ്റേ ദിവസം സന്തോഷത്തോടു കൂടി പരീക്ഷയ്ക്ക് പോവാം. പരീക്ഷ ഹാളിൽ പരീക്ഷയ്ക്കിരുന്നു, പരീക്ഷ എഴുതി, കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങി. സാധാരണ കുട്ടികൾ പരീക്ഷയെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാൽ ഒരു രീതി ഉണ്ടല്ലോ, ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ വെച്ചിട്ട് തമ്മിൽ ചർച്ച ചെയ്യും. നീ അത് എഴുതിയോ, ഞാനിത് എഴുതി, നീ എങ്ങനെയാ അതിന്റെ ആ ചോദ്യത്തിന് ഉത്തരം നീ എങ്ങനെയാ എഴുതിയത്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ പരസ്പരം ചോദിക്കും. ആ കൂട്ടത്തിൽ ഈ കുട്ടി ഇന്നലെ 2 മണി വരെ 3 മണി വരെ അമ്മ കൂടെ ഇരുന്ന് പഠിച്ച കുട്ടി ഒരു ഞെട്ടലോടെ, ഈശ്വര, ഈ ചോദ്യമായിരുന്നു അത്, ഈ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ ഇന്നലെ രാത്രി നന്നായിരുന്നു പഠിച്ചതാണ്, പക്ഷെ എനിക്കത് എഴുതാൻ പറ്റിയില്ലല്ലോ. കുട്ടി ആകെ വെപ്രാളപ്പെട്ട് വിയർത്ത് വീണ്ടും പരീക്ഷാ ഹാളിലേക്ക് ഇടിച്ച് കയറി ടീച്ചറുടെ കയ്യിൽ നിന്ന് ഉത്തരക്കടലാസ് പിടിച്ച് പറിച്ച് വാങ്ങിയ ഉത്തരം എഴുതി ചേർക്കാനുള്ള വ്യഗ്രത കുട്ടികളുണ്ടാവും. പക്ഷെ പറ്റില്ല. പരീക്ഷാ പേപ്പർ എഴുതി ഉത്തരക്കടലാസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കൊടുക്കില്ല. ഈ കുട്ടി ഇന്നലെ ഇരുന്ന് പഠിച്ച ചോദ്യം, ഉത്തരം നന്നായി പഠിച്ചതാണ്, ചോദ്യം പരീക്ഷയ്ക്ക് വന്നു, പക്ഷെ കുട്ടിക്ക് എഴുതാൻ പറ്റില്ല. കുട്ടിയോട് ഇപ്പം പറയാൻ പറഞ്ഞാൽ ആ ചോദ്യത്തിന്റെ ഉത്തരം വെള്ളം പോലെ പറയും. ഇന്നലെ പഠിച്ചതാണ്, കുട്ടിക്ക് ആരോഗ്യമുണ്ട്, കുട്ടിക്ക് ബുദ്ധിയുണ്ട്, ബുദ്ധിയുള്ളത് കൊണ്ടാണല്ലോ കുട്ടി അത് പഠിച്ചത്. കുട്ടിക്ക് ഓർമ്മശക്തിയുണ്ട്, ഓർമ്മശക്തി ഉള്ളത് കൊണ്ടാണല്ലോ ഇപ്പൊ പറയാൻ പറഞ്ഞാൽ കുട്ടി ഇപ്പം പറയും, നന്നായി പറയും. കുട്ടിക്ക് പഠിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്, അതുകൊണ്ടാണല്ലോ അമ്മ കൂടെ ഇരുന്ന് അമ്മ പോലും ഉറക്കമുളച്ചിരുന്ന് കുട്ടിയോടൊപ്പം ഇരുന്ന് കുട്ടിക്ക് പഠിക്കാൻ സാധിച്ച സാഹചര്യമുണ്ട്. ഇതെല്ലാം ഉള്ള കുട്ടി, പക്ഷെ പരീക്ഷാ സമയത്ത് പഠിച്ചു വെച്ച ഉത്തരത്തിന്റെ ചോദ്യം വന്നപ്പോ അതിന്റെ ഉത്തരം ഉള്ളിൽ നിന്നെടുത്ത് വേണ്ട രീതിയിൽ ഉത്തരക്കടലാസിലേക്ക് പ്രകാശിപ്പിക്കാൻ കുട്ടിക്ക് സാധിക്കാതെ പോകുന്നു. ആത്മപരിപോഷണത്തിന്റെ കുറവാണ്. കുട്ടിയുടെ ഉള്ളിലുള്ള ഈശ്വര ചൈതന്യം അത് വേണ്ട രീതിയിൽ പരിപോഷിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ
ജീവിതത്തിൽ വരുന്നതിന് പിന്നിൽ ഉള്ള കാരണം. കുട്ടിക്ക് ആരോഗ്യമുണ്ട്, ബുദ്ധിയുണ്ട്, ഓർമ്മശക്തിയുണ്ട്, പഠിക്കാനുള്ള സാഹചര്യമുണ്ട്, എല്ലാം ഉണ്ടായിരുന്നിട്ട് കൂടി വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ ഉള്ളിലുണ്ട്, പക്ഷെ ഉള്ളിൽ നിന്ന് എടുത്ത് പ്രകാശിപ്പിക്കാൻ സാധിക്കാതെ പോകുന്നു. ആത്മപരിപോഷണത്തിന്റെ കുറവാണ്. വേണ്ട രീതിയിലുള്ള ഈശ്വരാധീനം കുട്ടിയിലില്ല. ഈശ്വരാംശം, ഉള്ളിലുള്ള ഈശ്വരാംശം വേണ്ട രീതിയിൽ പ്രയോഗിക്കാൻ അല്ലെങ്കിൽ പ്രകാശിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതാണ് ആത്മപരിപോഷണത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഉള്ളിലുള്ള ഈശ്വരാംശം വേണ്ട രീതിയിൽ ഉണർന്നാൽ, ഉള്ളിലുള്ള ഈശ്വരാംശത്തെ വേണ്ട രീതിയിൽ നമുക്ക് പരിപോഷിപ്പിക്കാൻ സാധിച്ചാൽ, ഉള്ളിലുള്ള ഈശ്വരാംശത്തെ ഉണർത്താൻ നമുക്ക് സാധിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഐശ്വര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതാണ് ആത്മപരിപോഷണത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. നമ്മുടെ പുണ്യപുരാണ ഗ്രന്ഥങ്ങളെല്ലാം, രാമായണം ഈ ഭക്തിയിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. ഭക്തി ഉണ്ടാവുക എന്നുള്ളതാണ് പരമപ്രധാനമായ ഒരു ഘടകം, രാമായണത്തിന്റെ ഘടകം. നമ്മൾ പല ദിക്കിലായിട്ട് കാണാം സ്തുതികൾ, രാമനെ സ്തുതിക്കുന്ന സ്തുതികൾ കാണാം. ജടായു സ്തുതി, ഹനുമൽ സ്തുതി, നാരദ സ്തുതി എന്നൊക്കെ പറഞ്ഞ് വിവിധ സ്ഥലങ്ങളിലായിട്ട് നമുക്ക് ഈശ്വരനെ സ്തുതിക്കുന്നതായിട്ട് കാണാം. ഈ ഭക്തി ഓരോ വിശ്വാസിയിലും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് രാമായണത്തിന്റെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. ഭക്തി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇതിനു വേണ്ടിയാണ് നമ്മൾ രാമായണ മാസം ആചരിക്കുന്നത്. രാമായണ മാസം, രാമായണം കർക്കടക മാസത്തിൽ മുഴുവൻ രാമായണം എന്ന ഗ്രന്ഥം വായിക്കുകയും പ്രചരിപ്പിക്കുകയും അതിൻ്റെ അർത്ഥം ഉൾക്കൊള്ളുകയും ആശയങ്ങൾ ഗ്രഹിക്കുകയും കഥയുടെ സാരാംശം മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നത് അതിനുള്ളിലെ തത്വത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ആവാഹിക്കുന്നതിന് വേണ്ടിയാണ്, നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പൊ നമ്മുടെ കേവലം ഒരു ഗ്രന്ഥമല്ല രാമായണം എന്ന് പറയുന്നത്. നമ്മുടെ ഹൈന്ദവ ദർശനങ്ങളോട് ഉൾച്ചേർന്നിരിക്കുന്ന പുണ്യപുരാണ ഗ്രന്ഥങ്ങൾ ഏതെടുത്തു നോക്കിയാലും ഇതെല്ലാം വെറും ഗ്രന്ഥങ്ങളല്ല. അതിൽ ഉൾച്ചേർന്നിരിക്കുന്ന തത്വങ്ങൾ, ദർശനങ്ങൾ, അത് ആത്മീയതയുടെ ദർശനങ്ങളുണ്ട്, നമ്മുടെ പച്ചയായ ജീവിതത്തിന്റെ ദർശനങ്ങളുണ്ട്. എല്ലാം ഉൾച്ചേർന്നിരിക്കുന്ന മഹാഗ്രന്ഥങ്ങളാണ് ഹൈന്ദവ ദർശനത്തിലെ പുണ്യപുരാണ ഗ്രന്ഥങ്ങളെല്ലാം. നമ്മുടെ മഹാഭാരതം ലോക ഇതിഹാസമാണ്. യതിഹാസ്തി തദന്യത്ര എന്നേഹാസ്തി നതത്വജിത്ത് എന്ന് മഹാഭാരതത്തെ കുറിച്ച് പറയും. എന്താ അതിന്റെ അർത്ഥം? ലോകത്ത് ഇല്ലാത്തതായിട്ട്, ഈ മഹാഭാരതത്തിൽ ഇല്ലാത്തതായിട്ട് ലോകത്തൊന്നും തന്നെ ഇല്ല. ലോകത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടോ അതിനെക്കുറിച്ച് മഹാഭാരതത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തെടുത്ത് നോക്കിയാലും ഇനി വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് പോലും മഹാഭാരതത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം മഹാഭാരതത്തിലെ കഥകളെല്ലാം തന്നെ. അതുപോലെ തന്നെയാണ് നമ്മുടെ രാമായണവും. നമ്മുടെ പച്ചയായ ജീവിത ദർശനങ്ങളാണ് രാമായണത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ മഹാഗ്രന്ഥങ്ങൾക്കെല്ലാം ഇത്രയധികം പ്രാധാന്യവും. നമ്മുടെ ജീവിതത്തോട്, മനുഷ്യ ജീവിതങ്ങളോട് അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു രാമായണത്തിലെ ഓരോ ഏടും എന്നുള്ളതാണ് ഇന്നും ഇത് വളരെയേറെ പ്രാധാന്യത്തോടു കൂടി നിലനിൽക്കുന്നതിന് പിന്നിൽ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ടതാണ് നമ്മുടെ മഹാഗ്രന്ഥങ്ങളെല്ലാം. ഇവ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. രാമായണത്തെ കുറിച്ച് പറയും, ഈ ഭൂമിയിൽ പർവ്വതങ്ങൾ ഉള്ളിടത്തോളം കാലം, നദികൾ ഒഴുകുന്നിടത്തോളം കാലം ഈ രാമായണവും നമ്മുടെ ഗ്രന്ഥങ്ങളെല്ലാം നിലനിൽക്കും എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ ഗ്രന്ഥങ്ങളെല്ലാം ഇത്രയധികം പ്രാധാന്യത്തോടു കൂടി ഇന്നും നിലനിൽക്കുന്നത്?
ഇത് മുമ്പോട്ടേക്ക് വെച്ച അന്നത്തെ ആചാര്യന്മാരുടെ ഉള്ളിലുണ്ടായിരുന്ന ഉദ്ദേശശുദ്ധിയാണ് ഇതിന്റെ പിന്നിൽ. രാമായണം എഴുതുന്ന സമയത്ത്, മഹാഭാരതം എഴുതുന്ന സമയത്ത് നമ്മുടെ ഹൈന്ദവ ദർശനങ്ങൾ ഈ ലോകത്തിന് സംഭാവന ചെയ്യുന്ന സമയത്ത് അന്നത്തെ ആചാര്യന്മാരുടെ ഉള്ളിലുണ്ടായിരുന്ന ഉദ്ദേശശുദ്ധി അത്രയേറെയായിരുന്നു എന്നുള്ളതാണ് ഇന്നും ഇത് നിലനിൽക്കുന്നതിന് പിന്നിലുള്ള കാരണം എന്ന് പറയുന്നത്. ഏതൊരു കാര്യം ആരംഭിക്കുമ്പോഴും അത് നിലനിൽക്കണമെങ്കിൽ അത് ആരംഭിക്കുന്ന ആളുകളുടെ ഉള്ളിൽ എത്രത്തോളം ഉദ്ദേശശുദ്ധിയുണ്ടോ അതിനനുസരിച്ചായിരിക്കും അതിന്റെ നിലനിൽപ്പ് എന്ന് പറയും. ഒരു നാട്ടിൽ ഒരു ക്ലബ്ബ് തുടങ്ങുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, വായനശാലകളും ക്ലബ്ബുകളും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു ക്ലബ്ബ് തുടങ്ങുന്നുണ്ടെങ്കിൽ ആ ക്ലബ്ബ് ആരംഭിക്കുന്ന ആളുകൾ അവിടെ ഉള്ളിലുള്ള ഉദ്ദേശശുദ്ധി എത്രത്തോളം ഉണ്ട്, അത് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച്, അത് നാട്ടിൽ എത്രത്തോളം പ്രയോജനകരമാണ് എന്നുള്ളതിനെ കുറിച്ച് ഈ ആരംഭിക്കുന്ന ആളുകളുടെ ഉള്ളിൽ ഒരു ഉദ്ദേശം ഉണ്ടാവും. ആ ഉദ്ദേശത്തിന്റെ ശുദ്ധി എത്രത്തോളം ഉണ്ടോ അതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും അതിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. അപ്പൊ കുറച്ച് ചെറുപ്പക്കാർ കൂടിയിട്ട് ഒരു ക്ലബ്ബ് തുടങ്ങുന്നു, ഒരു വായനശാല തുടങ്ങുന്നു. അവർക്ക് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല, കുറച്ച് സമയം കിട്ടി, വേറെ പണിയൊന്നുമില്ല, അതുകൊണ്ട് മാത്രം ഒരു ക്ലബ്ബ് തുടങ്ങിയാണെങ്കിൽ നോക്കിക്കോളൂ, ഒരു ദിവസം, ഒരു വർഷം അങ്ങനെ പോകും, അടുത്ത വർഷം അതിന്റെ പ്രവർത്തനം നിൽക്കും, മൂന്നാമത്തെ വർഷം അതിന്റെ നാശമാകും. ഏതൊരു കാര്യം ആരംഭിക്കുമ്പോഴും ആരംഭിക്കുന്ന ആളുകളുടെ ഉള്ളിൽ ആ ആരംഭിക്കുന്ന കാര്യത്തെക്കുറിച്ച്, അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്, അതിന്റെ ലക്ഷ്യത്തെക്കുറിച്ച്, അത് എത്രത്തോളം ഈ നാടിന് നന്മ പകരണം എന്നുള്ളതിനെ കുറിച്ച്, അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്, സാധാരണ ജനങ്ങൾക്ക് എത്രത്തോളം പ്രയോജനകരമാകണം എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള നല്ല ചിന്തയാണ് അത് ആരംഭിക്കുന്നതിന് പിന്നിലുള്ള ആളുകളുടെ ഉള്ളിലുള്ളത് എങ്കിൽ അങ്ങനെയുള്ളൊരു കാര്യത്തിന് മാത്രമേ നിലനിൽപ്പുണ്ടാവൂ, ഏറെക്കാലം നിലനിൽക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. ഹൈന്ദവ ദർശനങ്ങളോട് ഉൾച്ചേർന്നിരിക്കുന്ന എല്ലാ തത്വങ്ങളും ഏത് കാലഘട്ടത്തിൽ ആരംഭിച്ചതാണ്, പക്ഷേ അവയെല്ലാം തന്നെ ഇന്നും വളരെ പ്രാധാന്യത്തോടു കൂടി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ക്ഷേത്ര സങ്കല്പങ്ങൾ ജീർണത ബാധിച്ച്, കാലത്തിന്റെ കുത്തൊഴുക്കിൽ ജീർണത ബാധിച്ച് കിടക്കുന്ന ക്ഷേത്രങ്ങളെല്ലാം ഇന്ന് പുനരുദ്ധരിക്കപ്പെടുകയാണ്. നമ്മുടെ ക്ഷേത്രങ്ങളിലെല്ലാം തിരക്കുകൾ കൂടുകയാണ്. ഓരോ വർഷം കഴിയുന്നതിനനുസരിച്ചും ക്ഷേത്രങ്ങളിലേക്ക് വിശ്വാസികൾ ഇങ്ങനെ ഒഴുകുകയാണ്. ഇത് ഏത് കാലഘട്ടത്തിൽ ആരംഭിച്ചതാണ്? എന്തുകൊണ്ടാണ് ഈ ഒരു നിലനിൽപ്പും അതുപോലെ വളർച്ചയും ഈ സനാതന ധർമ്മത്തിന്റെ ഇത്തരം സങ്കേതങ്ങൾക്ക് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ, ഇത് ആരംഭിക്കുന്ന സമയത്ത് നമ്മുടെ ഋഷിവര്യന്മാരുടെ, ആചാര്യന്മാരുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഭാവം, ഉദ്ദേശശുദ്ധി, അതിന്റെ മഹത്വം കൊണ്ടാണ്. അത്രയേറെ ഉദ്ദേശശുദ്ധിയായിരുന്നു അവർ. ഇനിയും എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ ഗ്രന്ഥങ്ങൾ, പുരാണ ഗ്രന്ഥങ്ങൾ, നമ്മുടെ ആധ്യാത്മികമായ സങ്കേതങ്ങൾ, സങ്കല്പങ്ങൾ ഇതേ പ്രാധാന്യത്തോടു കൂടി നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് കാരണം അത് സാധാരണ ജനങ്ങളുടെ ജനജീവിതവുമായി ഇഴുകിച്ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതവുമായി വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്നു നമ്മുടെ രാമായണവും മഹാഭാരതവും എന്നൊക്കെ ഉള്ളത് കൊണ്ടാണ്. രാമായണത്തിലെ ഏഴെടുത്തു നോക്കിയാലും എല്ലാം, ഏത് അധ്യായം എടുത്തു നോക്കിയാലും എല്ലാം നമ്മുടെ ജീവിതവുമായി, സാധാരണ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. ഏതെടുത്തു നോക്കിയാലും അങ്ങനെയാണ്, എല്ലാം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഇത് മുന്നോട്ടേക്ക് വെച്ച ആചാര്യന്മാരുടെ ഉള്ളിലുണ്ടായിരുന്ന ഉദ്ദേശശുദ്ധിയുടെ ഫലമാണ് ഇന്നും ഇത് നിലനിൽക്കുന്നത് എന്നതിന് കാരണം എന്നുള്ളതാണ്. ഇതെല്ലാം നമ്മുടെ സ്വാഭാവികമായ, സാധാരണമായ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. മനസ്സിലാക്കിക്കൊണ്ട്, രാമായണത്തിലെ മൂല്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട്
അത് നമ്മുടെ ആ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത്. വിശ്വാസികളുടെ ധർമ്മം അതാണ്. രാമായണത്തിലെ ഓരോ ഏടുകളിലൂടെയും കടന്നു പോകുമ്പോൾ അതിൽ ഉൾച്ചേർന്നിരിക്കുന്ന തത്വത്തെ മനസ്സിലാക്കാനും അതിലെ ദർശനത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കാനും അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാനുമുള്ള ഒരു വ്യഗ്രതയാണ് നമുക്കുണ്ടാവേണ്ടത്. നേരത്തെ സൂചിപ്പിച്ചു ആധ്യാത്മികത എന്ന്. വലിയ ആധ്യാത്മികമായ ദർശനമാണ് രാമായണം നമുക്ക് നൽകുന്നത്. അപ്പം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ഭൗതിക ജീവിതത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ആധ്യാത്മികതയുമായി ചേർന്ന് നിൽക്കുമ്പോഴാണ്. കേവലം ഒരു ഭൗതിക ജീവിതം അതിന് യഥാർത്ഥമായ സുഖം അനുഭവിക്കാൻ സാധിക്കില്ല. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് സുഖം കിട്ടുക എന്നുള്ളതാണല്ലോ. ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സുഖം നമ്മളെ തേടി എത്തും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടിയാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു സുഖം നാളെ നമ്മളെ തേടി എത്തുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി. അപ്പോൾ ഈ സുഖം എവിടെ നിന്നാണ് നമുക്ക് കിട്ടുക? ഈ സുഖം നമ്മൾ ആധ്യാത്മികതയുമായി ചേരുമ്പോഴാണ് നമ്മുടെ ജീവിത സുഖം യഥാർത്ഥ രീതിയിൽ നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ ഒരു പാട്ട് കേട്ടിട്ടുണ്ടാവും. കൊട്ടിയൂരപ്പനെ നമ്മളെങ്ങനെയാണ് തൊഴാറ്? അക്കരെ പോയി അക്കരെയുള്ള സ്വയംഭൂവായിരിക്കുന്ന ഭഗവാനെ തൊഴുതിട്ടാണ് നമ്മൾ ഇക്കരയിലേക്ക് വരിക. പഴമക്കാരായിട്ടുള്ള ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അല്ലേ? അക്കരെ കൊട്ടിയൂരപ്പനെ തൊഴുതാലേ ഇക്കരെ അപ്പനെ കാണാവോ. പാട്ട് കേട്ടിട്ടുണ്ടാവും. ഇഹപര ജീവിത കര നീന്തി കയറണമെങ്കിൽ നമുക്കെന്ത് വേണം? നമ്മുടെ ഈ ജീവിതത്തിൻ്റെ കര നീന്തി കയറണമെങ്കിൽ നമുക്ക് അക്കരെ അപ്പനെ തൊഴുതിട്ട് വേണം ഇക്കരെ അപ്പനെ കാണാൻ വേണ്ടി വരാൻ. ഇങ്ങനെയാണ് നമ്മൾ കൊട്ടിയൂരിൽ പോയാൽ ചെയ്യാറ്. അപ്പോൾ നമ്മൾ ഇതെന്തിനു വേണ്ടിയാണ്? ആ തത്വം എന്തിനു വേണ്ടിയാണ്? അക്കരെ ഇരിക്കുന്ന സ്വയംഭൂവായിരിക്കുന്ന ഭഗവാൻ, ആ ഭഗവാനെ നമ്മൾ പുഴയും അല്ലേ ഒക്കെ താണ്ടി കടന്ന് അപ്പുറം കടന്ന് തൊഴുത് വന്നിട്ട് വേണം ഇക്കരെ. ഇപ്പം ഇക്കരെ ഇരിക്കുന്ന ഭഗവാൻ നമ്മുടെ സ്വാഭാവികമായ ഭൗതിക ജീവിതത്തിൻ്റെ പ്രതീകമാണ്. അക്കരെ ഇരിക്കുന്ന ഭഗവാൻ ഈശ്വരീയ ഭാവത്തിൻ്റെ ഉദാത്തമായ ഉജ്ജ്വലമായ ഭാവം, ആധ്യാത്മികതയുടെ സങ്കല്പത്തിലാണ്. അപ്പം നമ്മൾ ആധ്യാത്മികമായൊരു കാര്യങ്ങളിലും കൂടി നിത്യജീവിതത്തിൽ ഇടപെടുമ്പോഴാണ് നമ്മുടെ സ്വാഭാവികമായ ജീവിതം പൂർണ്ണമാവുന്നത് എന്ന് പറയും. നമ്മൾ പലപ്പോഴും പല ആളുകളെ കണ്ടിട്ടുണ്ടാവും. എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല, ക്ഷേത്രത്തോട് വിശ്വാസമില്ല, ആരാധനയിൽ പങ്കെടുക്കില്ല, വഴിപാട് കഴിക്കില്ല, ഇങ്ങനെയുള്ള വീരവാദമൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകളെ നമ്മൾ സമൂഹത്തിൽ കണ്ടിട്ടുണ്ടാവും. പക്ഷെ യഥാർത്ഥമായ ജീവിത സുഖം നമുക്കുണ്ടാവണമെങ്കിൽ ആത്മീയതയുടെ അല്പ അംശമെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് നമുക്ക് ജീവിതത്തിന്റെ യഥാർത്ഥമായ സുഖം ഉണ്ടാകുന്നത്. നമ്മൾ നെയ്യപ്പം ചുടുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ചേർക്കൂലേ? ഇതിനു വേണ്ടിയിട്ടാണ് ആ നെയ്യപ്പത്തിന്റെ യഥാർത്ഥമായ രുചി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അല്പം ഉപ്പ് ചേർക്കുന്നത്. ഇതുപോലെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിൽ യഥാർത്ഥമായ സുഖം നമുക്ക് കൈവരണമെങ്കിൽ നമുക്ക് ആത്മീയത കൂടിയേ തീരൂ. ആ ആത്മീയത സാധ്യമാക്കിയെടുക്കാനുള്ള പദ്ധതിയാണ് നമ്മുടെ പുരാണങ്ങൾ വായിക്കുക എന്നുള്ളത്, രാമായണം വായിക്കുക എന്നുള്ളത്. അതാണ് നേരത്തെ പറഞ്ഞത്, ഇരുകര തൊട്ടാലേ ഇഹപര ജീവിത കരനീന്തി കേറുവാനാകൂ. ഇരുകര തൊട്ടാലേ ഇഹപര ജീവിത കരനീന്തി കേറുവാനാകൂ. അക്കരെ കൊട്ടിയൂരപ്പനെ
തൊഴുതാലെ ഇക്കരെ അപ്പനെ കാണാവൂ. ഇരുകര തൊട്ടാലെ ഇഹവര ജീവിത കര നീന്തി കേറുവാനാകൂ. ഇരുകര തൊട്ടാലെ ഇഹവര ജീവിത കര നീന്തി കയറാൻ നമുക്കാവൂ. ഏതാ ഈ ഇരുകര? നേരത്തെ പറഞ്ഞ ആധ്യാത്മികതയുടെയും ഭൗതികതയുടെയും രണ്ട് കരകൾ. അതിന്റെ നടുക്കാണ് നമ്മൾ ഉള്ളത്. പെരും കയത്തിലാണ് നമ്മൾ ഉള്ളത്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ആ ഒരു മഹാപ്രവാഹമാണ്, മഹാനദിയാണ്. കെട്ടുകളുണ്ട്, വലിയ ചുഴികളുണ്ട്, വലിയ മത്സ്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ജീവിതത്തിൽ ധാരാളം കഷ്ടതകളുണ്ട്. ആ കഷ്ടതകളെ എല്ലാം തരണം ചെയ്ത് നമുക്ക് യഥാർത്ഥമായ ജീവിത സുഖം സാധ്യമാകണമെങ്കിൽ ഈ രണ്ട് കരയും തൊടണം. അക്കരെയുള്ള കര തൊട്ട് വേണം ഇങ്ങോട്ടേക്ക് നീന്താൻ, എന്നാലേ നമുക്ക് ജീവിത സുഖം ഉണ്ടാകും. അക്കരെയുള്ള കര എന്ന് പറയുന്നത് ആധ്യാത്മികതയുടെ കരയാണ്. ഇക്കരെയുള്ള കര എന്ന് പറയുന്നത് നമ്മുടെ ഭൗതിക ജീവിതത്തിന്റെ സാധാരണ ജീവിതത്തിന്റെ കരയാണ്. ആ ആധ്യാത്മികതയുടെ കര തൊട്ട് അതിന്റെ അംശത്തെ സ്വാംശീകരിച്ച് നാം ഇങ്ങോട്ടേക്ക് നീന്തി നമ്മുടെ ദൈനംദിന ജീവിതം നിറവേറ്റുമ്പോഴാണ് നമുക്ക് ആ ജീവിതത്തിന് യഥാർത്ഥമായ സുഖമുണ്ടാവുക എന്ന് പറയും. ഇപ്പൊ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് ആധ്യാത്മികത പരിശീലിക്കുക എന്നുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള ആധ്യാത്മിക മാർഗം കൂടി നമ്മുടെ ജീവിതത്തോടൊപ്പം പരിശീലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് യഥാർത്ഥമായ ജീവിത സുഖമുണ്ടാവുക എന്നുള്ളത്. നമ്മളെല്ലാവരും സുഖം തേടി അലയുന്നവരാണ്. ഈ സുഖം എവിടെയുള്ളത്? എവിടെ കിട്ടുക? നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മളെല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സുഖം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയാണ് നമ്മളെല്ലാവരും ജീവിച്ചു പോകുന്നത്. ഈ സുഖം എവിടെ നിന്നാണ് നമുക്ക് കിട്ടുക? നമ്മൾ സുഖം തേടി തിയേറ്ററിൽ പോകും, അല്ലേ? അങ്ങോട്ട് പൈസയും കൊടുത്ത് ഇരുട്ടത്തിരുന്ന് ആർത്തട്ടഹസിച്ച് ചിരിച്ച് അർമാദിച്ച് ആ ടാക്കീസിന്റെ വാതിലും തുറന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തുടങ്ങും നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രാരാബ്ധങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ. ഈശ്വര, അടുത്ത ആഴ്ചയല്ലേ ലോൺ അടക്കേണ്ടത്? ഈശ്വര, എന്റെ വീടിന്റെ തറ കെട്ടിയിട്ടതല്ലേ ഉള്ളൂ, ഇനി ബാക്കി എങ്ങനെയെടുക്കും? ഈശ്വര, എന്റെ സ്വർണ്ണപ്പണയത്തിന്റെ കടലാസത വീട്ടിൽ വന്ന് കിടക്കുന്ന അതടക്കാനുള്ള പൈസ ഇപ്പൊ എവിടുന്നാ കണ്ടത്? നമ്മൾ അങ്ങോട്ട് പൈസയും കൊടുത്ത് ഇരുട്ടത്തിരുന്ന് സുഖം അനുഭവിച്ച് ടാക്കീസിന്റെ വാതിൽ തുറന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ് ഈ ചിന്തകളെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് കടന്നത്. ഇത് യഥാർത്ഥ സുഖമാണോ? അതേപോലെ നമ്മൾ പാർക്കിൽ പോകാറുണ്ട്. പാർക്കിൽ പോയി വെള്ളത്തിൽ ചാടുന്നു, ഇങ്ങനെ കറങ്ങുന്നതിന്റെ മുകളിൽ കയറുന്നു, ഇങ്ങനെ കറങ്ങുന്നതിന്റെ മുകളിൽ കയറുന്നു, അല്ലെ? വെള്ളത്തിൽ കിടന്ന് തുള്ളി ചാടി തിമിർത്ത് ആ പാർക്കിന്റെ ഗേറ്റും കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പം ഈ ചിന്തകളെല്ലാം, നമ്മുടെ പ്രാരാബ്ധങ്ങളുടെ ചിന്തകളെല്ലാം നമ്മുടെ മനസ്സിലേക്ക് വരും. യഥാർത്ഥ സുഖമായിരുന്നു അത്, ആ പാർക്കിലെ സുഖം. എവിടെയാണ് നമുക്ക് യഥാർത്ഥമായ സുഖം ലഭിക്കുക? യഥാർത്ഥ സുഖം അന്വേഷിച്ച് നമ്മൾ നടക്കുകയാണ്. ആരെ പോലെ? കസ്തൂരിമാനിനെ പോലെ. കസ്തൂരിമാനിന്റെ പ്രത്യേകത എന്താണ്? കസ്തൂരിമാനിന്റെ നാഭിയിൽ ഉണ്ടാകുന്ന ഒരു വിശിഷ്ടമായ വസ്തുവാണ് കസ്തൂരി എന്ന് പറയുന്നത്. ഈ കസ്തൂരി മാനിന്റെ ദേഹത്ത് ഉണ്ടായി കഴിഞ്ഞാൽ നല്ല സുഗന്ധമാണ്, നല്ല പരിമളമാണ്. ആ കാട് നിറയെ അതിന്റെ മണം വരും. പക്ഷെ ഈ മാനിന് അറിയില്ല പോലും ഈ ഗന്ധം വരുന്നത് തന്റെ ശരീരത്തിൽ നിന്നാണെന്ന് ഈ മാനിന് അറിയില്ല പോലും. ഈ മാൻ ഇത് അന്വേഷിച്ച് നടക്കും. കസ്തൂരിയുടെ ഈ നല്ല മണം വരുന്ന ഈ ഗന്ധം വരുന്ന വസ്തു എവിടെയാണെന്ന് അന്വേഷിച്ച് ഈ കസ്തൂരിമാൻ ഇങ്ങനെ കാടുനീളം നടക്കും. ഇത് സ്വന്തം ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട കസ്തൂരിയിൽ നിന്നാണ് ഈ മണം വരുന്നത് എന്നറിയാതെ അത് അതിന്റെ ജീവിതം ഇങ്ങനെ അന്വേഷിച്ച് അറിഞ്ഞ് തീർക്കുകയും ചെയ്യും. ഇതുപോലെയാണ് നമ്മൾ സുഖത്തെ അന്വേഷിച്ച് നടക്കുകയാണ്. ഈ സുഖം എവിടെ നിന്ന് കിട്ടുമെന്ന് അന്വേഷിച്ച് നടക്കുകയാണ് നമ്മൾ. പക്ഷെ ഈ സുഖം എവിടെയാണുള്ളത്? വേറെ എവിടെയും കിട്ടാൻ പോകുന്നില്ല. എന്ത് വില കൊടുത്താലും കിട്ടാൻ പോകുന്നില്ല സുഖം. ഈ സുഖം നമ്മളിൽ തന്നെയാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം. നമ്മളിൽ തന്നെയാണ് സുഖം കുടിയിരിക്കുന്നത്, എവിടെയും കിട്ടാൻ പോകുന്നില്ല. അതിന് ആ സുഖം കിട്ടാൻ ചെയ്യേണ്ടുന്ന ഒരേ ഒരു കാര്യം
നമ്മുടെ മനസ്സിനെ പ്രാപ്തമാക്കുക എന്നുള്ളത് മാത്രമാണ്. മനസ്സിനെ പ്രാപ്തമാക്കലാണ് സുഖം കിട്ടാനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിൽ തന്നെയാണ് സുഖം കുടിയിരിക്കുന്നത്. എവിടെ പോയാലും കിട്ടില്ല സുഖം. കിട്ടുന്നുണ്ടെങ്കിൽ അത് താൽക്കാലികമായ സുഖം മാത്രമാണ്. ശാശ്വതമായ ആത്യന്തികമായ സുഖം, ജീവിത സുഖം നമുക്ക് കൈവരണമെങ്കിൽ നാം നമ്മുടെ മനസ്സിനെ സംസ്കരിക്കുക എന്നുള്ളത് മാത്രമാണ് വഴി. ഈ മനസ്സിനെ സംസ്കരിക്കാനുള്ള സങ്കേതങ്ങളാണ് ഹൈന്ദവ ദർശനങ്ങളിൽ ഉൾച്ചേർന്നിരിക്കുന്ന ആധ്യാത്മികത എന്ന് പറയുന്നത്. നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുന്നത് നമ്മുടെ മനസ്സിനെ സംസ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്തരത്തിലുള്ള സത്സംഗങ്ങളിൽ പങ്കെടുക്കുന്നത് നമ്മുടെ മനസ്സിനെ സംസ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. രാമായണ മാസം ആചരിക്കുന്നത് നമ്മുടെ മനസ്സിനെ സംസ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. രാമായണം വായിക്കുന്നത് നമ്മുടെ മനസ്സിനെ സംസ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരു മാസം മുഴുവൻ രാമായണ പാരായണം നടത്തി, ഇവിടെ ഇതുപോലുള്ള സത്സംഗത്തിൽ പങ്കെടുത്തു. ഒരു മാസം മുഴുവൻ ഇവിടെ ഇങ്ങനെ വന്നിരുന്ന് രാമായണ മാസാചരണത്തിൽ പങ്കെടുത്തു. 7 ദിവസം നടക്കുന്ന ഭാഗവത സപ്താഹത്തിൽ പങ്കെടുത്തു. അങ്ങനെയെല്ലാം പങ്കെടുത്ത ഒരാള് ഈ ക്ഷേത്രത്തിന്റെ നടയിൽ ഇറങ്ങി അങ്ങോട്ടേക്ക് ഇറങ്ങാം. 30 ദിവസവും ഇവിടെ വന്ന് രാമായണ മാസാചരണത്തിൽ പങ്കെടുത്ത ആളാണ്. രാമായണ പാരായണം കേട്ടു, പ്രഭാഷണം കേട്ടു, രാമായണം വായിച്ചു. നട സ്റ്റെപ്പ് ഇറങ്ങി അങ്ങോട്ടേക്ക് പോകുമ്പോ അതാ ഒരാൾ ഇങ്ങോട്ട് കയറി വരുന്നു. പണ്ടെപ്പോഴോ തന്റെ ശത്രുവാണ്. എപ്പോഴോ തന്റെ പറമ്പിങ്ങനെ അതിര് മാടുന്ന സമയത്ത് കുറച്ചധികം ഇങ്ങോട്ടേക്ക് കൊത്തി എടുത്തു പോയ ആളാണ്. അയാളെ കാണുമ്പോഴേക്ക് ഇങ്ങനെ അടിമുതൽ ഇങ്ങനെ വിറച്ച് കയറാൻ, പെരുവിരൽ മുതൽ തലമുടി വരെ ഇങ്ങനെ വിറച്ചിങ്ങനെ വരികയാണ്. എങ്ങനെയുള്ള ആളാണെന്നറിയോ? 30 ദിവസം രാമായണ മാസാചരണത്തിൽ പങ്കെടുത്തു, രാമായണം വായിച്ചു, പ്രഭാഷണം കേട്ടു, സത്സംഗത്തിൽ പങ്കെടുത്തു, എല്ലാം നടത്തിയ ആളാണ്. ഈ സ്റ്റെപ്പ് ഇറങ്ങി അങ്ങോട്ട് പോകുമ്പോഴാണ് തന്റെ പഴയ ശത്രുവിനെ കാണുന്നത്. എല്ലാ കേസും പണ്ടേ കഴിഞ്ഞത്, കേസും എല്ലാ സംഗതിയും പണ്ടേ കഴിഞ്ഞു. എന്നിട്ടും കാണുമ്പോൾ ഇങ്ങനെ അടിമുടി വരെ ഇങ്ങനെ വിറച്ച് കയറുകയാണ്. എന്ത് കാര്യം? ഈ 30 ദിവസം രാമായണ മാസ പാരായണത്തിൽ പങ്കെടുത്തിട്ട് എന്ത് മാറ്റമാണ് ഉണ്ടായത്? എന്ത് പരിവർത്തനമാണ് മനസ്സിലുണ്ടായത്? ഇങ്ങനെ മാറാത്തവരെങ്ങനെയുള്ളവരായിരിക്കും? മാറ്റം വരുന്നില്ലെങ്കിൽ യാതൊരു മാറ്റം ഉണ്ടല്ല. 7 ദിവസം സപ്താഹത്തിന് രാവിലെ മുതൽ 6 മണി മുതൽ വൈകുന്നേരം ഭാഗവത സപ്താഹ സമർപ്പണം വരെ 7 ദിവസം പങ്കെടുത്ത ആളാണ്. ഒരു മാറ്റവും ഉണ്ടായില്ല. എങ്ങനെയാണ്? ഇങ്ങനെ മാറുന്നില്ലെങ്കിലോ ശവത്തിന് മേയ്ക്കപ്പെടുന്നത് പോലെയാണെന്ന് പറയും. നമ്മൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇപ്പൊ ഇത്രയും പേരെ സംഘടിപ്പിച്ച് ഇങ്ങനെ ഒരു സത്സംഗവും കാര്യങ്ങളൊക്കെ നടത്തണമെങ്കിൽ ഈ ക്ഷേത്രത്തിന്റെ ചെലവെത്രയാണ്? ക്ഷേത്രം ലക്ഷ്യം വെക്കുന്നത് എന്താണ്? ഇത്തരത്തിലുള്ള സത്സംഗം ലക്ഷ്യം വെക്കുന്നത് എന്താണ്? വന്നു ചേർന്നിരിക്കുന്ന ആളുകളിൽ മാനസികമായ പരിവർത്തനം ഉണ്ടാകണം. ആ പരിവർത്തനമാണ് അവരുടെ ജീവിത സുഖത്തിന്റെ ആധാരം എന്നുള്ള മഹത്തായ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ക്ഷേത്ര ഭാരവാഹികൾ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത്. ഒരു മാറ്റവും നമ്മളിൽ ഉണ്ടാവുന്നില്ലെങ്കിലോ ശവത്തിന് മേയ്ക്കപ്പെടുന്നത് പോലെയാണ്. അടുത്ത നിമിഷത്തിൽ കുഴിയിലോട്ട് എടുക്കേണ്ട ശവം ഇങ്ങനെ കിടത്തിയിട്ടുണ്ട്. അതിനിങ്ങനെ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നു, നല്ല പൊട്ട് തൊട്ട് കൊടുക്കുന്നു, കൺമഷി എഴുതി കൊടുക്കുന്നു, മുഖത്താണെങ്കിൽ നല്ല ഫേഷ്യൽ നടത്തി നല്ല 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 വിലപിടിപ്പുള്ള മേക്കപ്പ് എല്ലാം ഇട്ട് കൊടുക്കുന്നു. വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം പങ്കെടുത്തിട്ട് യാതൊരു മാറ്റവും ഉള്ളിൽ ഉണ്ടാവുന്നില്ല എങ്കിൽ അങ്ങനെയുള്ളവരെ കുറിച്ച് പറയുന്നതാണ് ശവത്തിന് മേയ്ക്കപ്പെട്ടതുപോലെയാണ്. ആചരണം നടത്തുന്നത് ഓരോ വിശ്വാസിയുടെ ഉള്ളിലും പരിവർത്തനം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്, മാറ്റം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ആ മാറ്റമാണ് യഥാർത്ഥത്തിൽ നമുക്ക് സുഖം തരുന്നത്. ആ സുഖമാണ് നമ്മുടെ കുടുംബത്തിന്റെ സുഖമായി മാറുന്നത്. ആ സുഖമാണ് നമ്മുടെ സമൂഹത്തിന്റെ സുഖമായിട്ട് മാറുന്നത്. നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റം അത് നമ്മുടെ കുടുംബത്തിലേക്ക് എത്തും. അത് കുടുംബത്തിന് സുഖം പകരും. ഒരു കുടുംബത്തിലെ എല്ലാവരുടെ ഉള്ളിലും മാറ്റം ഉണ്ടായാലും, നല്ല മാറ്റം, നല്ല മനസ്സിന്റെ ഉടമയാണെങ്കിലോ ആ കുടുംബം എന്ത് നല്ല കുടുംബമായിരിക്കും. ഇതാണ് രാമായണം
ലക്ഷ്യമാക്കുന്ന ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത്. നമ്മുടെ രാമായണം ഒരു കുടുംബത്തെ, ദശരഥന്റെ കുടുംബത്തെ ആസ്പദമാക്കിയാണ് രാമായണം രചിച്ചിട്ടുള്ളത്. ആ കുടുംബത്തിന്റെ കാഴ്ചപ്പാട്, ആ കുടുംബം വലിയൊരു തത്വമാണ് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ പങ്കെന്തായിരിക്കണം, നമ്മുടെ കുടുംബത്തിന്റെ പങ്കെന്തായിരിക്കണം എന്നുള്ള ഒരു വലിയ ദർശനമാണ് രാമായണം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എന്തെല്ലാം തത്വങ്ങളാണ് നമ്മുടെ മുമ്പിൽ രാമായണം വെക്കുന്നത്. ആ ഓരോ തത്വത്തെയും അറിയാനും അത് നമ്മുടെ ജീവിതത്തിൽ സ്വാംശീകരിക്കാനും അനുവർത്തിക്കാനുമുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. ദശരഥന് 3 ഭാര്യമാർ. ഇപ്പൊ നമ്മൾ ആദ്യം കാണുന്നത് അതാണ്. അതുകൊണ്ട് എല്ലാവർക്കും 3 ഭാര്യമാരുണ്ടാവണം എന്നാണ് രാമായണം നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് ചിലപ്പോൾ നമ്മൾ പറയും. നമ്മളല്ല, ചിലപ്പോൾ നമ്മളെ വിമർശിക്കുന്ന ആളുകൾ, ചിലപ്പം ഹൈന്ദവ ദർശനങ്ങളെ വിമർശിക്കുന്ന ആളുകൾ ചിലപ്പം പറയും രാമായണത്തിൽ ദശരഥന് നോക്കി ഇതേ കാണുള്ളൂ. വിമർശിക്കുന്നവർ പലപ്പോഴും ഇത്തരത്തിലുള്ള കാഴ്ചകളെ കാണുള്ളൂ. ദശരഥന് 3 ഭാര്യമാരുണ്ട്, അതുകൊണ്ട് 3 കെട്ടണം എന്നാണ് രാമായണം നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് പറയും. ഇതല്ല നമ്മളെ പഠിപ്പിക്കുന്നത്. 3 ഭാര്യമാർ ഉണ്ടായിരുന്നിട്ട് കൂടി 3 ഭാര്യമാരെയും സമഞ്ജസമായി സമന്വയിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ദശരഥന്റെ ആ മനസ്സുണ്ടല്ലോ, ആ വൈഭവം ഉണ്ടല്ലോ, അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പായസം കൊടുത്ത സമയത്ത് ഒരാൾക്കേ കൊടുത്തുള്ളൂ, അയാളത് മറ്റൊരാൾക്ക് പകുതി കൊടുത്തു, അതിൽ നിന്ന് പകുതി അയാൾ മറ്റേയാൾക്കും കൊടുത്തു. അല്ലേ? കൗസല്യ, കൈകേയി, സുമിത്ര, അങ്ങനെയാണല്ലോ മക്കൾ ഉണ്ടാകുന്ന കഥയൊക്കെ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്കറിയാം. നോക്കൂ, എത്ര ഉദാത്തമായ ഒരു കുടുംബത്തിലെ ആ സാമരസ്യം, ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാനുള്ള. കൗസല്യ അതുകൊണ്ടങ്ങ് സ്വകാര്യമായിട്ട് പോയാൽ പോരായിരുന്നോ? കിട്ടിയ പായസം കൊണ്ട് കൗസല്യ അടുത്തയാൾക്കത് പകുതി കൊടുത്തു, അതിൽ നിന്ന് പകുതി മറ്റൊരാൾക്ക് കൊടുക്കുന്നു. ഇതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു കുടുംബത്തിൽ സമഞ്ജസമായി സമന്വയപ്പെട്ട് കഴിയാനുള്ള വലിയ ദർശനമാണ് രാമായണം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്ന് ഒരു ഭാര്യയേ ഉള്ളൂ, ഒരു ഭർത്താവേ ഉള്ളൂ. എന്നിട്ടോ തീരാത്ത പ്രശ്നങ്ങളും പരാതിയും പരിവട്ടവും ആവലാതിയും ദുഃഖവും അടിയും പിടിയും ബഹളവും. അവസാനം അത് എവിടം വരെ എത്തും? ഡൈവേഴ്സിന് വരെ എത്തും. ഇന്നിങ്ങനെ ഡൈവേഴ്സ്, കല്യാണം കഴിച്ച് 6 മാസം ആകുമ്പോഴേക്കും ഡൈവേഴ്സ്, 7 മാസം ആകുമ്പോഴേക്കും ഡൈവേഴ്സ്. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ചിന്തിച്ച് തുടങ്ങും തോന്നുന്നു ഡൈവേഴ്സിനെ കുറിച്ച്. അങ്ങനെയുണ്ട് കേട്ടോ. കല്യാണം ഡൈവേഴ്സ് ആകാനായിട്ട് കല്യാണം കഴിക്കുന്ന ആൾക്കാർ, കല്യാണം കഴിച്ചിട്ട് വേണം ഒന്ന് ഡൈവേഴ്സ് ആകാൻ എന്ന് ചിന്തിക്കുന്ന ആളുകൾ. ഇത് ഈ ആധുനിക കാലഘട്ടത്തിനുള്ള ദർശനമാണ് നമ്മുടെ ആചാര്യന്മാർ 5000 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിട്ടുള്ളത്. നമ്മുടെ മനസ്സിനെ പ്രാപ്തമാക്കാനും സംസ്കരിക്കാനും നമ്മുടെ കുടുംബ ജീവിതത്തെ ധന്യമാക്കാനുമുള്ള ദർശനങ്ങളാണ് രാമായണത്തിൽ ഉടനീളം പറഞ്ഞു വെച്ചിരിക്കുന്നത്. സുഖം കിട്ടും, ജീവിതത്തിൽ സുഖം കിട്ടും, നമ്മുടെ കുടുംബം ധന്യമായി തീരും. എത്ര സുന്ദരമായ ദർശനങ്ങളാണ് നമ്മുടെ ഹനുമാൻ. ഹനുമാൻ എങ്ങനെയുള്ള ആളാണ്? നമ്മള് ഹനുമാൻ എന്ന് കേൾക്കുമ്പോൾ ചിലപ്പം ചിരി വരും, ചിലർ കളിയാക്കി പറയും, ഇതിന്റെ മുഖം എന്താ ഹനുമാനെ പോലെ ഇരിക്കുന്നത് എന്ന് കളിയാക്കി പറയും. ഒരു ഉദാത്തമായ ഒരു കഥാപാത്രമാണ്. നമ്മുടെ കുട്ടികൾ മാതൃകയാക്കേണ്ടുന്ന ഒരു മഹത്തായ കഥാപാത്രമാണ് നമ്മുടെ ഹനുമാൻ. ആധുനിക നമ്മുടെ കുട്ടികളുടെ ഇടയിലേക്ക് പറഞ്ഞു കൊടുക്കേണ്ടുന്ന ഹനുമാന്റെ നിഷ്ഠ. ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു, സീതയെ അന്വേഷിച്ച് ഇറങ്ങിയാണ്. തന്റെ സ്വാമിയുടെ കാര്യത്തിന് വേണ്ടി പോകുന്ന ഹനുമാന്റെ മുമ്പിൽ എന്തെല്ലാം പ്രലോഭനങ്ങൾ വന്നു, എന്തെല്ലാം പ്രതിസന്ധികൾ വന്നു. ലങ്ക ചാടി കടക്കുന്ന സമയത്ത് പർവ്വതം ഉയർന്നു വന്ന് വിശ്രമിക്കാൻ പറഞ്ഞു. എൻ്റെ ഈ കാട്ടിലുള്ള ഫലമൂലാദികളെല്ലാം ഭക്ഷിച്ച് വിശ്രമിച്ച് പോയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ ഹനുമാൻ അത് കേട്ടില്ല. എനിക്കിപ്പോൾ വിശപ്പില്ല, ദാഹമില്ല, എനിക്കൊന്നും വേണ്ട, ഞാനൊരു വലിയ കാര്യത്തിന് വേണ്ടി, എൻ്റെ ശ്രീരാമചന്ദ്രസ്വാമിയുടെ കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് എനിക്ക് വിശ്രമമില്ല, ആ കാര്യം പൂർത്തിയാക്കിയാൽ മാത്രമേ എനിക്ക് വിശ്രമമുള്ളൂ എന്ന് പറഞ്ഞു. സുരസ എന്ന് പറയുന്ന രാക്ഷസി ഉയർന്നു വന്നു. പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടായി. പ്രലോഭനങ്ങൾ മാത്രമല്ല, ഹനുമാന് പ്രതിസന്ധികളും ജീവിതത്തിൽ ഉണ്ടായി.
അതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ടേക്ക് പോയ ഹനുമാൻ തന്റെ ലക്ഷ്യം പൂർത്തിയാക്കുന്നു. സീതയെ കാണുന്നു, അടയാളവാക്യം കൽപ്പിക്കുന്നു, തിരിച്ചു വരുന്നു, രാമനോട് തന്റെ കാര്യസാധ്യം പൂർത്തിയാക്കിയ വിവരം അറിയിക്കുന്നു. നിഷ്ഠയാണ് ജീവിതത്തിൽ ഇന്ന് നമ്മുടെ കുട്ടികളുടെ ഇടയിൽ ലവലേശം പോലും ഇല്ലാത്ത ഒരു കാര്യമാണ് നിഷ്ഠ എന്ന് പറയുന്നത്. നമ്മൾ എത്ര തവണ വിളിച്ചാലാണ് അവരൊന്ന് വരിക അല്ലേ? നമ്മുടെ കുട്ടികളെ നമ്മളൊന്ന് വീട്ടിൽ നിന്ന് ഭക്ഷണം വിളമ്പി വെച്ചിട്ട് എത്ര സമയം വിളിക്കണം? ഒരു 10 പ്രാവശ്യം വിളിച്ചാലും വരില്ല. ഒന്നുകിൽ ഫോൺ കയ്യിലുണ്ടാവും, അല്ലെങ്കിൽ ടിവിയുടെ മുമ്പിലായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഒരൊറ്റ തവണ വിളിച്ചാൽ വരുന്ന എത്ര കുട്ടികളുണ്ട്? ഒരു കാര്യം ചെയ്യാൻ ഏൽപ്പിച്ചാൽ 10 ദിക്കിലേക്കായിരിക്കും അവരുടെ ശ്രദ്ധ. എത്ര വേഗം പൂർത്തിയാക്കും കുട്ടികൾ? അതുപോലെ സ്കൂളുകളിലായാലും ശരി, വീട്ടിലായാലും ശരി, നിഷ്ഠ കുട്ടികളുടെ ഉള്ളിൽ കുറഞ്ഞു വരുന്നു. അതിനനുസരിച്ചുള്ള പരാജയവും വാങ്ങേണ്ടി വരുന്നു കുട്ടികൾ എന്നുള്ളതാണ്. തത്വമാണ് രാമായണത്തിലെ ഹനുമാൻ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ഓരോ കഥാപാത്രം എടുത്താലും, ഓരോ കഥയുടെ ഏടുകൾ എടുത്തു നോക്കിയാലും, ഓരോ വരികൾ എടുത്തു നോക്കിയാലും വലിയ ഉജ്ജ്വലമായ ദർശനങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത് രാമായണം. ആ ലക്ഷ്മണോപദേശമൊക്കെ നമുക്കറിയാം അല്ലെ? ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചനം വേഗേന നഷ്ടമായുസ്സുമോർക്കനീ വന്യസംതപ്ത ലോകസ്താംബു ബിന്ദുനാ സന്നിഭം മർത്യജന്മം ക്ഷണഭഗ്ഗുരം കാലാഹിന പരിഗ്രസ്തമാ. അറിയാം നമുക്കല്ലേ? എന്ത് വലിയ തത്വമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ തത്വങ്ങളെല്ലാം ഉൾക്കൊള്ളാനും നമ്മുടെ ജീവിതത്തിൽ പകർത്താനുമുള്ള ഒരു വ്യഗ്രതയാണ് വിശ്വാസികളായിട്ടുള്ള നമ്മുടെ എല്ലാം ഉള്ളിൽ ഉണ്ടാകേണ്ടത്. അപ്പൊ വലിയൊരു കുടുംബവും ആ കുടുംബത്തിലുണ്ടാകുന്ന അന്തചിത്രങ്ങളും അതിന്റെ കാരണം എന്താണ്? നല്ല കുടുംബമായിരുന്നു അല്ലേ? നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബം. ആ കുടുംബം തകർന്നത് എവിടെ മുതലാണ്? കഥയൊന്നും ഞാൻ വിശദീകരിക്കുന്നേയില്ല. എവിടെ മുതലാണ് നമുക്കറിയാം, എല്ലാവരും കഥ കേട്ടിട്ടുള്ളവരാണ്. ആരാ അത്? മന്ദര അല്ലേ? മന്ദരയുടെ ഉപദേശം കൈകേയിയുടെ ചെവിടുകളിലേക്ക് ചെന്ന ആ നിമിഷം മുതലാണ് ആ നല്ല ശാന്തമായ സുന്ദരമായ മാതൃകാപരമായിരുന്ന ആ കുടുംബത്തിന്റെ താളം തെറ്റുന്നത് ആ മന്ദരയുടെ കുബുദ്ധിയിൽ നിന്നാണ്. ഇത് നമ്മള് ഈ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു സംഗതിയാണിത്. നമ്മളിന്ന് കുറ്റം പറയുക, മറ്റുള്ളവരുടെ കുറവ് കേൾക്കുക, ഇതിൽ ആസ്വാദ്യത കണ്ടെത്തുന്ന ഒരു സമൂഹം ഇന്നുണ്ട് എന്നുള്ളതാണ്. എവിടെന്നെങ്കിലും നമ്മൾ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അത് ഒട്ടനെ ഒരു 10 പേരോട് പറഞ്ഞ് കേൾപ്പിച്ചില്ലെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാവും. നമ്മളെ വീടിന്റെ അടുത്തൊരു കുട്ടിക്ക് +2 ഫുൾ A+ കിട്ടി. നമ്മൾ എത്ര പേരെ വിളിച്ച് പറയും? ഇതാ ഫോൺ എടുക്കുന്നു, ഇതാ ഇന്ന ആളുടെ മോന് അല്ലെങ്കിൽ മോക്ക് ഫുൾ A+ ആണ് കേട്ടോ, ആ സന്തോഷം ഞാൻ അറിയിക്കാൻ വിളിച്ചതാണ്. അടുത്തയാളെ വിളിക്കുന്നു, ഫോൺ എടുക്കുന്നു, വിളിക്കുന്നു, ഇന്നയാളുടെ മോൾക്ക് ഫുൾ A+ കിട്ടിയിട്ടുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര സന്തോഷമായി, അത് പറയാനാണ് ഞാൻ വിളിച്ചത്. അടുത്ത ആളുടെ നമ്പർ എടുക്കുന്നു, വിളിക്കുന്നു. എത്ര പേര് ഇത് ചെയ്യും? നമ്മൾ എത്ര പേരെ വിളിച്ചറിയിക്കും? ഇതേ സമയം അപ്പുറത്തെ വീട്ടിലെ കുട്ടി ഇന്ന് ഒരുത്തന്റെ കൂടെ പോയി, നമ്മൾ എത്ര പേരെ വിളിച്ചറിയിക്കും? ഇതിലേതാ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രചരണം നടത്തുക? ഇപ്പുറത്തെ +2 A+ ഫുൾ A+ കുട്ടിയെ കുറിച്ചുള്ള കാര്യമാണോ പറയാ? അപ്പുറത്തെ വീട്ടിലെ കുട്ടി ഒരുത്തന്റെ കൂടെ ഒളിച്ചോടിയ കാര്യമാണ് നമ്മൾ കൂടുതൽ പേരോട് പറയാം? ഇനി ഇല്ലാത്ത നമ്പർ തപ്പിപ്പിടിച്ചിട്ട് നമ്മൾ പറയും ഏത്? രണ്ടാമത്തത്, ഈ ഒളിച്ചോടിയ കാര്യം. ഇതൊരു തരത്തിലുള്ള വൈകല്യമാണ്. ഇതാണ് ഈ മന്ദര ചെയ്തത്. നമ്മള് മന്ദരമാരായി മാറുകയാണ്. ഒരാളുടെ കുറ്റവും കുറവും പറയുന്നതിൽ നമുക്ക് എന്തെങ്കിലും ആസ്വാദ്യത തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം തിരിച്ചറിയുക, ഞാൻ രാമായണത്തിലെ മന്ദരയായി മാറിപ്പോകുന്നു. ആരുടെയെങ്കിലും കുറ്റമോ കുറവോ കണ്ടെത്തിയിട്ട് അതിൽ കുറച്ചൊന്ന്
കൂട്ടാൻ നമുക്ക് തോന്നുന്നു എങ്കിൽ നമ്മൾ തിരിച്ചറിയുക, ഞാൻ രാമായണത്തിലെ മന്ദരയായി മാറുന്നു എന്ന്. നമ്മൾ പറയരുത്. കുറ്റമോ കുറവോ ആരുടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ വെച്ചേക്കണം. അതെങ്ങനെയുള്ള ആളായാലും ശരി, അതാണ് നമ്മുടെ മഹത്വം എന്ന് പറയുന്നത്. അത് 10 പേരോട് പറയാനുള്ള ഒരു മനസ്സും നമുക്കുണ്ടാകണം. ഇതാണ് നമ്മുടെ മഹത്വം എന്ന് പറയുന്നത്. നമ്മുടെ ആധ്യാത്മികമായ ദർശനങ്ങൾ ഇത്തരത്തിലുള്ള മാനസികാവസ്ഥ വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. രാമായണ മാസം ആചരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. ഇത്തരത്തിലുള്ള നല്ല മനസ്സിന്റെ ഉടമകളെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങൾ എല്ലാം രാമായണ മാസം പോലെയുള്ള പരിപാടികൾ നടത്തുന്നത്. നല്ല മനസ്സിന്റെ ഉടമകളാക്കി മാറ്റാം. പലപ്പോഴും നമ്മുടെ മനസ്സാണ് പ്രശ്നം. നമ്മുടെ ദുഃഖത്തിന്റെ യഥാർത്ഥ ഇടം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എന്തെങ്കിലും സങ്കട വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉടനെ മറ്റുള്ളവരെ പഴിചാരും. ഇതാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. പക്ഷെ നമ്മുടെ സങ്കടത്തിന്റെയും വിഷമത്തിന്റെയും എല്ലാം ഇടം എന്ന് പറയുന്നത്, നമ്മുടെ ദുഃഖത്തിന്റെ ഇടം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ്. വേറെ ഒരാളും അതിന് ഉത്തരവാദികളല്ല. നമ്മുടെ മനസ്സിനെ പ്രാപ്തമാക്കിയാൽ, വേണ്ട രീതിയിൽ പ്രാപ്തമാക്കിയാൽ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും തരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും കാരണം നമ്മൾ തന്നെയാണ്, വേറെ ആരുമല്ല എന്ന് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് സാധിക്കണം. ഒരു സ്ഥലത്ത് ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തില് ഒരു അച്ഛനും അമ്മയും. ഈ അച്ഛനും അമ്മയ്ക്കും ആകപ്പാടെ ഉള്ളത് ഒരു കുട്ടിയാണ്, പെൺകുട്ടിയാണ്, ആണായിട്ടും പെണ്ണായിട്ടും. അപ്പൊ അത്യാവശ്യം സാമ്പത്തികമൊക്കെ ഉള്ളത് കൊണ്ട് ഇവരെന്ത് ചെയ്തു? നല്ല ആർഭാടമായിട്ടാണ് ഈ കുട്ടിയുടെ കല്യാണം കഴിപ്പിച്ചു വിട്ടത്. നല്ല ആർഭാടമായിട്ട് തന്നെ കഴിപ്പിച്ചു വിട്ടു. ആ നാട്ടിൽ നടത്താൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ആർഭാടമായിട്ട് തന്നെ ഈ കുട്ടിയുടെ കല്യാണം കഴിപ്പിച്ചു വിട്ടു. അപ്പൊ കുട്ടി ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയി. 1 മാസം കഴിഞ്ഞപ്പോൾ സ്വന്തം വീട്ടിലേക്ക് വന്നു. സാധാരണ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് അയച്ചു കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് അമ്മമാര് ചോദിക്കുന്ന ചോദ്യം, ആദ്യമായി ചോദിക്കുന്ന ചോദ്യം എന്താണ് ചോദിക്കുക? ആദ്യത്തെ ചോദ്യം അത് തന്നെയായിരിക്കും, വേറൊന്നുമല്ല. എന്തായിരിക്കും ചോദിക്കുക? എങ്ങനെയുണ്ട് മോളെ പോയിടം, അല്ലേ? ഇതാണ് അമ്മമാരുടെ വ്യഗ്രത. അതാണ് ആകുലതയും വേവലാതിയും ഒക്കെ ഉണ്ടാവും, അല്ലേ? മക്കളെ കല്യാണം കഴിപ്പിച്ച് അയച്ച സ്ഥലം എങ്ങനെയാണ് എന്നറിയാൻ എപ്പോഴും വേദനയായിരിക്കും അമ്മമാർ. അപ്പൊ ഈ അമ്മയും അങ്ങനെയാണ് ചോദിച്ചത്, എങ്ങനെയുണ്ട് മോളെ പോയിടം. അപ്പൊ ഈ കുട്ടി പറഞ്ഞു, അയ്യോ അവിടെ എന്ന് പറഞ്ഞാൽ സ്വർഗം പോലെയാണ്. ഭർത്താവിന്റെ അച്ഛനും അമ്മയും എത്ര സ്നേഹമെന്നറിയോ. ബന്ധുക്കളെല്ലാം ഇങ്ങനെ വീട്ടിലോട്ട് ധാരാളം വരും. അവർ ഓരോരുത്തരും എന്നെ അങ്ങോട്ട് അവരുടെ വീട്ടിലേക്ക് സൽക്കരിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്, മത്സരിക്കുകയാണ്. എന്നെ താഴെ വെക്കണോ തലയിൽ വെക്കണോ എന്നറിയാതെ ബന്ധുക്കളെല്ലാം ഇങ്ങനെ വിഷമിക്കുകയാണ് എന്നാണ് മറുപടി. ഈ കുട്ടി വീണ്ടും തിരിച്ചുപോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും സ്വന്തം വീട്ടിലേക്ക് വന്നു. അപ്പോഴും അമ്മയുടെ ചോദ്യം എന്താ? ഇത് തന്നെ, എങ്ങനെയുണ്ട് മോളെ അവിടെ? കാരണം കുട്ടി പറഞ്ഞു, കുഴപ്പമില്ല, ഉഷാറ് തന്നെ, നല്ലത് തന്നെ. ഈ കുട്ടി വീണ്ടും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ, വീണ്ടും 2 ദിവസം കഴിഞ്ഞപ്പോൾ വന്നു. അപ്പോഴും അമ്മയുടെ ചോദ്യം ഇത് തന്നെ, എങ്ങനെയുണ്ട് മോളെ? ഈ കുട്ടി പറയാം, എന്താണെന്ന് അറിയില്ല, ഒരു ആകപ്പാട് എന്തെല്ലോ പോലെ. ഇപ്പം ബന്ധുക്കളൊന്നും ആരും അങ്ങനെ വരുന്നില്ല. അച്ഛനും അമ്മയ്ക്കും, അമ്മായി അച്ഛനും അമ്മായി അമ്മയ്ക്കല്ല എന്തോ പോലെ. വീട്ടിലെ പണി മുഴുവൻ ഞാനെടുക്കണം, അമ്മായി അമ്മയൊന്നും എടുക്കുന്നത് കാണുന്നില്ല എന്നായിരുന്നു പറഞ്ഞു. ഈ കുട്ടി തിരിച്ചുപോയി. ഈ കുട്ടി കാണാം പിറ്റേ ദിവസം വരുന്നു. ആ വരുത്തൊരു വരവ് തന്നെയാണ്. ഓടി കരഞ്ഞ് നിലവിളിച്ച് കൊണ്ടാണ് വരുന്നത്. അപ്പോൾ അമ്മക്ക് വിഷമമായി. അമ്മ ചോദിച്ചു, എന്താ പോണ കാര്യം? അവിടെ നിന്ന് പറഞ്ഞ ഒറ്റ എണ്ണമില്ല നല്ലത്. ആ അമ്മായിയമ്മ ഏതാ സാധനം എന്നറിയോ? ഒരു പണിയെടുക്കൂല. വീട്ടിലെ പണി മുഴുവൻ അലക്കലും വെക്കലും വിളമ്പലും മുറ്റമടിക്കലും ഒക്കെ ഞാൻ തന്നെ ചെയ്യണം. ഇനി ഞാൻ അങ്ങോട്ടേക്ക് പോകില്ല. ബന്ധുക്കൾ ആരും അങ്ങോട്ടേക്ക് കയറുന്നു പോലുമില്ല. എല്ലാവർക്കും എന്തോ പോലെയാണ്. ഇനി എന്നോട് അങ്ങോട്ട് പോകാൻ പറയരുത്. അഥവാ പോയാൽ തിരിച്ചു വരുന്നത് എൻ്റെ ഡാഷ്. ഇതായിരുന്നു കുട്ടിയുടെ ഭാവം. ഈ അച്ഛനും അമ്മയ്ക്കും വളരെ വിഷമായി. ആണായിട്ടും പെണ്ണായിട്ടും ആകെ ഇതേ ഉള്ളൂ. ആർഭാടമായി നടത്തിയ കല്യാണം. അമ്മ വിഷമിച്ചു. അമ്മ എന്ത് ചെയ്തു? തൻ്റെ ടൗണിൽ തൻ്റെ ആങ്ങളെയുണ്ട്, ഡോക്ടറാണ്. ഡോക്ടറെ വിളിച്ചു, ഇങ്ങനെ മോള് വന്നിട്ടുണ്ട്, ഇനി അങ്ങോട്ട് പോയില്ല എന്ന് പറയുന്നു. പോയാൽ തിരിച്ചു വരുന്നത് ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്.
അതുകൊണ്ട് എന്താ വേണ്ടതെന്ന് എനിക്കറിയില്ല, ആകെ സങ്കടമായി എന്ന് പറഞ്ഞു. അപ്പൊ ഈ കുട്ടിയുടെ അമ്മയുടെ ആങ്ങള പറഞ്ഞൊരു കാര്യം ചെയ്യും, അവളോട് ഇന്ന് എൻ്റെ അടുത്ത് വരെ വരാൻ പറ, ഞാൻ വേണ്ടത് എന്താന്ന് വെച്ചാൽ ചെയ്യാം എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു വിട്ടു. അമ്മാവൻ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു. നമുക്ക് ആകെ പ്രശ്നമാണ് ആ വീട്ടിൽ. അപ്പൊ അമ്മായിയമ്മയാണ് ഏറ്റവും വലിയ സാധനം. അപ്പൊ ഈ ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഈ അമ്മായിയമ്മയല്ലേ ഏറ്റവും വലിയ സാധനം, നിന്റെ പ്രശ്നം തീരുമല്ലോ. ഒരു കാര്യം ചെയ്യാം, ഞാനൊരു പൊടി തന്നുവിടാം, ഇത് ആഹാരത്തിൽ കലക്കിയിട്ട് കൊടുക്കുക, ഒരു 30 ദിവസം കൊടുക്കണം. 30 ദിവസം കഴിയുമ്പോഴേക്ക് ഈ അമ്മായിയമ്മയുടെ ശല്യം തീർന്നോളും. പക്ഷെ ഒരു കാര്യമുണ്ട്, ആരും അറിയാൻ പാടില്ല. ഇത് കലക്കി കൊടുക്കുന്ന ആർക്കും ശ്രദ്ധിക്കപ്പെടാതിരിക്കാൻ നീ എന്ത് വേണം, അവിടെ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ എല്ലാവരോടും പെരുമാറണം. ബന്ധുക്കളെല്ലാം കയറി വരുമ്പോൾ അവരെ സ്വീകരിച്ചിരുത്തണം. അമ്മായിയമ്മ ഇനി മുറ്റമടിക്കാൻ വേണ്ടി ചൂലെടുത്ത് ഇറങ്ങുമ്പോൾ നീ എന്ത് ചെയ്യണം, ഓടിപ്പോയി ആ ചൂല് പിടിച്ച് വാങ്ങിയിട്ട് നീ അടിച്ചു വാരണം മുറ്റം. അമ്മായിയമ്മ അലക്കാൻ വേണ്ടി തുണി എടുത്ത് ഇറങ്ങുമ്പോൾ നീ എന്ത് ചെയ്യണം, ആ തുണി വാങ്ങിയിട്ട് നീ അലക്കി കൊടുക്കണം. എന്തിനാ ഈ പൊടി കലക്കി കൊടുക്കുന്നത്, ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് 30 ദിവസം കഴിയുമ്പോഴേക്ക് ഈ അമ്മായിയമ്മ മരിച്ചോളൂ എന്ന് പറഞ്ഞ് ഈ ഡോക്ടർ വിട്ടു. അങ്ങനെ ആ കുട്ടി സന്തോഷത്തോടു കൂടി തിരിച്ചുപോയി ഈ പൊടി കലക്കി കൊടുക്കാൻ തീരുമാനിച്ചു. ഭക്ഷണത്തിന് ആരും അറിയാതിരിക്കാൻ വേണ്ടി കുട്ടി അവിടെ പോയി എല്ലാവരോടും സ്നേഹത്തോടെ സന്തോഷത്തോടെ എല്ലാം പെരുമാറാൻ തുടങ്ങി. 25 ദിവസം കഴിഞ്ഞു. 25 ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടി ഇങ്ങനെ വരാന്തരിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ കുട്ടി ഇങ്ങനെ ചിന്തിച്ചു, ഈശ്വരം, എല്ലാവരും നല്ല രീതിയിൽ പെരുമാറുന്നുണ്ടല്ലോ, അമ്മായിയമ്മ എന്ത് സ്നേഹത്തോടു കൂടിയാണ് എന്നോട് പെരുമാറുന്നത്. നേരത്തെ ഞാൻ മുറ്റമടിക്കാൻ വേണ്ടി ചൂലെടുത്ത് ഇറങ്ങുമ്പോൾ അമ്മായിയമ്മ ഓടി വന്നിട്ട് ആ ചൂല് വാങ്ങിയിട്ട് പോയി മുറ്റമടിക്കുകയാണ്. എത്ര സന്തോഷം. ബന്ധുക്കളെല്ലാം പഴയതിലും അധികം ഇപ്പോൾ വീട്ടിലോട്ട് വരികയാണ് സന്തോഷത്തോടു കൂടി. പഴയതിലും അധികം അവരവരുടെ വീട്ടിലേക്ക് സൽക്കരിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. കുട്ടിക്ക് ആകെ വെപ്രളായി, ഈ അമ്മായിയമ്മ മരിക്കണം. 25 ദിവസം കഴിഞ്ഞ് എത്ര സ്നേഹത്തോടു കൂടിയാണ് ഈ അമ്മ എന്നോട് പെരുമാറുന്നത്. കുട്ടിക്ക് ആകെ വേവലാതിയും വെപ്രാളും ഒക്കെ. കുട്ടി ഓടി ഡോക്ടറുടെ അടുത്തേക്ക്. ഇത് പറഞ്ഞു, അയ്യോ, ഇങ്ങനെയാണ്, ആ വീട്ടിലെ അന്തരീക്ഷം മുഴുവൻ മാറിയിട്ടുണ്ട്, അമ്മായിയമ്മ എന്നോട് നല്ല സ്നേഹത്തോടു കൂടിയാണ് പെരുമാറുന്നത്, ആ അമ്മായിയമ്മ മരിക്കണ്ട. അപ്പൊ ഡോക്ടർ എന്ത് പറഞ്ഞു, നീ ഇപ്പൊ വന്നത് നന്നായി, ഇനി 5 ദിവസം കൂടി ഇല്ലേ, 25 ദിവസമേ ആയിട്ടുള്ളൂ, 5 ദിവസവും കൂടി ഇല്ലേ, ഇനിയുള്ള 5 ദിവസം ഞാൻ വേറൊരു പൊടി തന്നുവിടാം, അത് കലക്കി കൊടുത്താൽ മതി, ആരും അറിയരുതേ, ആരും അറിയാതിരിക്കാൻ നീ ഇന്ന രീതിയിൽ പെരുമാറണം അവിടെ എന്ന് പറഞ്ഞു. അങ്ങനെ 30 ദിവസം കഴിഞ്ഞു. അമ്മായിയമ്മ രക്ഷപ്പെട്ടു. ഈ 2 പ്രാവശ്യവും ഈ ഡോക്ടർ കൊടുത്തുവിട്ടത് ഒരേ പൊടി തന്നെയാണ്. എന്താണ്? ക്ഷീണം മാറാനുള്ള കൂവപ്പൊടി. പക്ഷെ ആ ഡോക്ടർ വലിയ ചികിത്സ അവിടെ നടത്തുന്നുണ്ടായിരുന്നു. ആ കുട്ടിയിൽ ഒരു സോഷ്യോ സൈക്കോ തെറാപ്പി, സാമൂഹിക മാനസിക ചികിത്സ ഡോക്ടർ കുട്ടിയിൽ നടത്തുന്നുണ്ടായിരുന്നു. ആ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമാരാ? അമ്മായിയമ്മയോ അമ്മായിയച്ഛനോ ബന്ധുക്കളോ ആരുമല്ല, ഈ കുട്ടിയാണ് പ്രശ്നം. ആ കുട്ടിയിലായിരുന്നു ചികിത്സ നടത്തിയത്. എന്താ നടത്തിയത്? നീ അവിടെ പോയാൽ ആരും അറിയാതിരിക്കാൻ ഇന്ന രീതിയിൽ പെരുമാറണം, അമ്മായിയമ്മയോട് ഇന്ന രീതിയിൽ പെരുമാറണം, ബന്ധുക്കൾ വന്നാൽ ഇന്ന രീതിയിൽ പെരുമാറണം എന്നൊക്കെയുള്ള ചികിത്സ കുട്ടിയിൽ നടത്തുകയായിരുന്നു. അപ്പൊ പലപ്പോഴും ഇതാണ് നമ്മുടെ ആധ്യാത്മിക ദർശനങ്ങൾ നമ്മളിലെല്ലാം നടപ്പാക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത് ഇതാണ്. നമ്മളിൽ പരിവർത്തനം ഉണ്ടാകും. രാമായണം വായിക്കണം എന്ന് പറയുന്നത് അത് നമ്മളിൽ പരിവർത്തനം ഉണ്ടാകാനാണ്. ക്ഷേത്ര ദർശനം നടത്തണം എന്ന് പറയുന്നത് നമ്മളിൽ പരിവർത്തനം, ഈ കുട്ടിയിലുണ്ടായതുപോലെയുള്ള നമ്മൾ പോലും അറിയാത്ത ചില പരിവർത്തനങ്ങൾ നമ്മളിൽ മാറ്റമുണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഇതുപോലുള്ള സത്സംഗങ്ങളിൽ പങ്കെടുക്കണം എന്ന് പറയുന്നത് നമ്മളിൽ മാറ്റം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. രാമായണം ഉദ്ഘോഷിക്കുന്നത് ഈ മഹാതത്വത്തെയാണ്. നമ്മൾ സാധാരണ എന്ത് ചെയ്യും? മറ്റുള്ളവരുടെ മേലെ നമുക്ക് എന്തെങ്കിലും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരുടെ മേലെ, ഇപ്പൊ ഈ കുട്ടി ചെയ്തതുപോലെ മറ്റുള്ളവരുടെ മേലേക്ക് നമ്മൾ പഴിചാരും. പക്ഷെ യഥാർത്ഥത്തിൽ കുറ്റം നമ്മുടേതാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാവാറില്ല. എത്താനുള്ള ഒരു വലിയ ഘടകമാണ് ഹൈന്ദവ ദർശനത്തിലെ ആധ്യാത്മികത എന്ന് പറയുന്നത്. നമ്മളെ തന്നെ തിരിച്ചറിയുന്നു, നമ്മളെ തന്നെ അറിയുന്നു, നമ്മളെ കുറവുകൾ മനസ്സിലാക്കുന്നു.
എന്നിൽ എന്ത് മാറ്റം ഉണ്ടാകണമെന്ന് തിരിച്ചറിയാനുള്ള വലിയൊരു സിലബസാണ്, ഒരു പാഠമാണ് ഹൈന്ദവ ദർശനങ്ങളിലെ ആധ്യാത്മികത എന്ന് പറയുന്നത്. ഈ പരിവർത്തനമാണ്, മാറ്റമാണ് നമ്മുടെ പുരാണങ്ങളെല്ലാം ലക്ഷ്യമാക്കുന്നത്. രാമായണം ഉദ്ഘോഷിക്കുന്നത് അതാണ്. നമ്മളിൽ ആത്മീയമായ മാറ്റം ഉണ്ടാകുന്നു, നമ്മുടെ മനസ്സിൽ പരിവർത്തനം ഉണ്ടാക്കുന്നു, മാറ്റം ഉണ്ടാകുന്നു. നമ്മുടെ മനസ്സിൽ മാറ്റമുണ്ടായാൽ അതാണ് നമുക്ക് യഥാർത്ഥമായ സുഖം തരുന്ന ഘടകം എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സ് മാറിയില്ലെങ്കിലോ, മനസ്സിലൊരു മാറ്റവും ഇല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരു സുഖവും എവിടെ നിന്നും കിട്ടാൻ പോകുന്നില്ല. നമ്മുടെ കഷ്ടതകൾക്കും നമ്മുടെ സങ്കടങ്ങൾക്കും നമ്മുടെ നാശത്തിനും ഒക്കെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ശത്രു നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ദേവാസുര കാലഘട്ടത്തിൽ ശത്രു അടുത്ത രാജ്യത്തായിരുന്നു, അല്ലെ? ദേവലോകവും അസുരലോകവും. ദേവാസുര കാലഘട്ടത്തിൽ ശത്രു അടുത്ത ലോകത്തായിരുന്നു, മറ്റൊരു ലോകത്തായിരുന്നു. എന്നാൽ ശ്രീരാമചന്ദ്രന്റെ കാലഘട്ടമാകുമ്പോഴേക്കും ശത്രു അടുത്ത രാജ്യത്തായി. ഭാരതത്തിലെ രാമനും ലങ്കയിൽ രാവണനും. എന്നാൽ കൃഷ്ണന്റെ കാലഘട്ടമാകുമ്പോഴേക്കോ കുടുംബത്തിൽ തന്നെയായി. ശ്രീകൃഷ്ണന്റെ ശത്രു സ്വന്തം അമ്മാവനായിട്ടുള്ള കംസൻ. എന്നാൽ ഈ കലിയുഗത്തിൽ നമ്മുടെ ശത്രുക്കൾ അടുത്ത ലോകത്തല്ല, അടുത്ത രാജ്യത്തല്ല, നമ്മുടെ കുടുംബത്തിലുമല്ല. ശത്രു നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, മനസ്സിൽ തന്നെയാണ് നമ്മുടെ ശത്രു കുടിയിരിക്കുന്നത്. ആ ശത്രുവിനെ പടി ഇറക്കി വിട്ട് സുഖജീവിതം നയിക്കാനുള്ള സന്ദേശമാണ് നമ്മുടെ രാമായണം ഉദ്ഘോഷിക്കുന്നത്. ആ ശത്രുവിനെ കീഴടക്കാനുള്ള, ഒരു മനസ്സിനെ രൂപപ്പെടുത്താനുള്ള, സംസ്കരിച്ചെടുക്കാനുള്ള ഒരു സന്ദേശമാണ് നമ്മുടെ രാമായണം നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. ഇത്തരത്തിലുള്ള പരിപാടിയെല്ലാം അതിനു വേണ്ടിയാണ്. ഒരു നല്ല പരിവർത്തനം നമ്മളിൽ ഉണ്ടായി, നമ്മുടെ വ്യക്തി ജീവിതവും നമ്മുടെ കുടുംബ ജീവിതവും നമ്മുടെ സമൂഹ ജീവിതവും എല്ലാം ശാന്തി സമ്പൂർണമായി മാറ്റിയെടുക്കാനുള്ള സന്ദേശമാണ് ഈ ഒരു രാമായണ മാസം നമുക്ക് നൽകുന്നത്. ഈ ഒരു തത്വമാണ് നമ്മളെല്ലാവരും ഈ ഒരു സാഹചര്യത്തിൽ ഉൾക്കൊള്ളേണ്ടത്. നമ്മുടെ ഈ ഒരു സംഗതി നമ്മളെല്ലാവരും നല്ല മനസ്സിന്റെ ഉടമകളായി മാറി, നല്ല ജീവിതത്തിന്റെ ഉടമകളായി മാറി, സുഖസമ്പൂർണമായ ജീവിതത്തിന്റെ ഉടമകളായി എല്ലാവരും മാറട്ടെ. എല്ലാവർക്കും ശാന്തി ഉണ്ടാകട്ടെ, നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.